BTV. Being with you. The community channel. BTV സയൻസിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള രണ്ട് അന്ധവിശ്വാസങ്ങളാണ് ചൊവ്വാദോഷവും കന്നിമൂലയും. ഒരുപാട് പെൺകുട്ടികളുടെ വിവാഹം മുടക്കാനിടയാക്കിയ ഒരു അന്ധവിശ്വാസമാണ് ചൊവ്വാദോഷം. ഒരുപാട് സാധുക്കളായ ജനങ്ങളുടെ കക്കൂസുകൾ പൊളിക്കാനും വീടുകൾ മാറ്റിപ്പണിയാനുമൊക്കെ പ്രേരിപ്പിച്ച മറ്റൊരു അന്ധവിശ്വാസമാണ് കന്നിമൂല. എന്താണ് ചൊവ്വാദോഷവും കന്നിമൂലയും? ഇക്കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഈ അന്ധവിശ്വാസങ്ങളെല്ലാം വളർന്നു വന്നത് ആകാശ നിരീക്ഷണവുമായി, ആകാശഗോളങ്ങളുടെ സ്ഥാനവുമായി ഒക്കെ ബന്ധപ്പെട്ടാണ്. മനുഷ്യൻ ആകാശ നിരീക്ഷണം ആരംഭിച്ചത് വളരെ നല്ല ഒരു ഉദ്ദേശത്തിനായിരുന്നു. എന്നാണ് മനുഷ്യൻ ആകാശ നിരീക്ഷണം ആരംഭിച്ചത്? അതിന് കൃത്യമായ ഒരു തീയതിയോ കാലമോ നമുക്ക് പറയാൻ കഴിയില്ല. അത് പണ്ടൊരു കാലമാണ്. കഥകളിൽ പറയുന്നത് പോലെ നമുക്കങ്ങനെ പറയാം. പക്ഷേ ആ കാലത്തിൻ്റെ ചില ലക്ഷണങ്ങൾ, ചില സവിശേഷതകൾ നമുക്കറിയാം. അന്ന് സമയമറിയാൻ വാച്ചില്ല, യാത്രയ്ക്ക് റോഡുകളില്ല, ദിക്കറിയാൻ വടക്ക് നോക്കി യന്ത്രമില്ല, കാലമറിയാൻ കലണ്ടറില്ല, വർഷങ്ങൾക്ക് നമ്പരിട്ട് തുടങ്ങിയിട്ടുമില്ല. നമുക്കറിയാം ഈ വർഷം 2017 ഇതുപോലെ വർഷങ്ങൾക്ക് നമ്പരിട്ട് തുടങ്ങുന്ന ഒരു സംവിധാനവും അന്നുണ്ടായിരുന്നില്ല. അന്ന് ജീവിച്ചിരുന്ന ആളുകൾ എന്തുമാത്രം പ്രയാസപ്പെട്ടിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യാൻ. സമയമറിയാൻ വാച്ചില്ലാതെ എങ്ങനെ ഓരോ ദിവസത്തെയും വിവിധ കൃത്യങ്ങൾ സമയബന്ധിതമായി ചെയ്യും? എപ്പോൾ തൻ്റെ ജോലിക്ക് പുറപ്പെടും, എപ്പോൾ എഴുന്നേൽക്കും, എപ്പോൾ ഉറങ്ങാൻ കിടക്കും? ഇതൊക്കെ പ്രശ്നമാണ്. അതുപോലെ യാത്രക്ക് റോഡുകളില്ലെങ്കിൽ ദിക്കറിഞ്ഞ് മാത്രമേ അവർക്ക് അന്ന് യാത്ര ചെയ്യാൻ സാധിക്കൂ. ദിക്കറിയാൻ വടക്ക് നോക്കി യന്ത്രമില്ല. പകൽ സമയമാണെങ്കിൽ സൂര്യൻ ദിക്ക് പറഞ്ഞു തരും, രാത്രി സമയത്ത് സൂര്യൻ ലഭ്യമല്ല. കാലമറിയാൻ കലണ്ടറില്ല. ഈ ഒരവസ്ഥയിൽ എങ്ങനെ അവർ വിവിധ പരിപാടികൾ നിശ്ചയിക്കും? കല്യാണം, കുടിയിരിക്കൽ, ഉത്സവങ്ങൾ, ഇങ്ങനെയുള്ള വിവിധ പരിപാടികൾ നിശ്ചയിക്കാൻ ഒരു കലണ്ടർ ഇല്ലെങ്കിൽ എന്തു ചെയ്യും? ഇങ്ങനെയുള്ള ഈ പരിമിതികൾ മറികടക്കാൻ വേണ്ടിയാണ് നമ്മുടെ പൂർവികരായ ആളുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആകാശം നിരീക്ഷിച്ചത്. ആകാശ നിരീക്ഷണത്തിലൂടെ ഈ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാൻ അവർക്ക് നിരീക്ഷിക്കാൻ ഏറ്റവും എളുപ്പമുണ്ടായിരുന്നത് സ്വാഭാവികമായും ചന്ദ്രനാണ്. കാരണം രാത്രി ആകാശത്ത് ഏറ്റവും വ്യക്തമായി കാണുന്ന പ്രകാശ സ്രോതസ്സ് ചന്ദ്രനാണ്. നമുക്കറിയാം ചന്ദ്രന് ഭൂമിയെ ചുറ്റാൻ വേണ്ടത് 27 ദിവസമാണ്. ഈ ചുറ്റൽ പടിഞ്ഞാറ് നിന്നും കിഴക്ക് ദിശയിലേക്കാണ്. അതിനാൽ ഇന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക നക്ഷത്രത്തിൻ്റെ അടുത്ത് കാണുന്ന ചന്ദ്രനെ നാളെ അതിൽ നിന്നും ഇത്തിരി കിഴക്ക് മാറി മറ്റൊരു നക്ഷത്രത്തിൻ്റെ അടുത്താണ് കാണുക. ചന്ദ്രനെ ആദ്യ നക്ഷത്രത്തിൻ്റെ അടുത്ത് വീണ്ടും കാണാൻ 27 ദിവസം കഴിയേണ്ടി വരും. ഇതിൻ്റെ കാരണം ചന്ദ്രൻ ഭൂമിയെ 27 ദിവസം കൊണ്ട് ചുറ്റുന്നത് കൊണ്ടാണ്. ഈ പ്രത്യേകത ഉപയോഗിച്ച് കാലം കണക്കാക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ പൂർവികർ ആരംഭിച്ചു. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് 27 ദിവസം കൊണ്ടാണ്. ഇത് അവർ തിരിച്ചറിഞ്ഞത് ഓരോ ദിവസവും ചന്ദ്രൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന നക്ഷത്രങ്ങൾ മാറി മാറി വരുന്നതിൽ നിന്നാണ്. ചന്ദ്രന് ഭൂമിയെ ചുറ്റാൻ വേണ്ടത് 27 ദിവസം ആയതുകൊണ്ട് അവർ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന ആ ആകാശപാതയെ 27 ഭാഗിച്ചു. ഈ ഓരോ ഭാഗത്തെയും തിരിച്ചറിയാൻ ചില അടയാളപ്പെടുത്തലുകൾ ആവശ്യമാണ്. ആകാശത്ത് നമുക്ക് അത്തരത്തിലുള്ള അടയാളപ്പെടുത്തലുകൾ സാധ്യമല്ല.
പകരം അവിടെ ഉള്ള അടയാളങ്ങളെ സ്വീകരിക്കുകയേ നിർവാഹമുള്ളൂ. അവിടെയുള്ള അടയാളങ്ങളാണ് നക്ഷത്രങ്ങൾ. ഈ 27 ഭാഗങ്ങളിൽ ഓരോ ഇടത്തുമുള്ള തിളക്കമുള്ള ഒരു നക്ഷത്രത്തെ അവർ കണ്ടെത്താനും തിരിച്ചറിയാനും ശ്രമിച്ചു. ചില ഭാഗങ്ങളിൽ അങ്ങനെ തിളക്കമുള്ള ഒരൊറ്റ നക്ഷത്രം ലഭ്യമാകാതെ വന്നപ്പോൾ തിരിച്ചറിയാൻ സൗകര്യത്തിന് ഒരു ചെറുകൂട്ടത്തെ അവർ സ്വീകരിച്ചു. തിളക്കം കുറവാണെങ്കിലും ഒരു ചെറുകൂട്ടമാകുമ്പോൾ തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകില്ല. ഇതാണ് അതിന് പിന്നിലുള്ള യുക്തി. ഇങ്ങനെ ആകാശത്ത് തിരിച്ചറിഞ്ഞ ഈ 27 നക്ഷത്രങ്ങൾക്കോ അല്ലെങ്കിൽ ചെറു നക്ഷത്രക്കൂട്ടങ്ങൾക്കോ അവർ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര എന്നിങ്ങനെ പേരിട്ട് വിളിച്ചു. ചന്ദ്രൻ ഈ നക്ഷത്രങ്ങൾക്കിടയിലൂടെയാണ് ഓരോ ദിവസവും ഭൂമിയെ ചുറ്റുന്നത്. ഇതിനിടയിൽ ഒരു പ്രത്യേക ദിവസം ചന്ദ്രനെ അശ്വതി എന്ന നക്ഷത്രത്തിന് സമീപം കാണുന്നു എന്ന് വിചാരിക്കുക. ആ ദിവസമാണ് അശ്വതി. ആ ദിവസത്തെ അവർ അശ്വതി നാൾ എന്ന് വിളിച്ചു. ഇന്ന് നാം തീയതികളായി 1, 2, 3, 4 എന്നിങ്ങനെ എണ്ണുന്നതിന് പകരം തീയതികളും മാസങ്ങളും രൂപം കൊള്ളാത്ത ആ കാലത്ത് അവർ അതിന് പകരമായി 27 നാളുകളുള്ള ഒരു കലണ്ടർ രൂപീകരിച്ചു. ആ 27 നാളുകളാണ് അശ്വതി, ഭരണി, കാർത്തിക. ഒരു നാൾ അശ്വതിയാകുന്നത് ചന്ദ്രൻ അശ്വതി നക്ഷത്രത്തിൻ്റെ കൂടെ കാണുന്ന ദിവസമാണ്. അടുത്ത ദിവസം വീണ്ടും കിഴക്കോട്ട് നീങ്ങുന്ന ചന്ദ്രൻ ഭരണിയുടെ അടുത്ത് കാണപ്പെടും. ഈ നാൾ ഭരണിയായി. പിറ്റേന്നാൾ ചന്ദ്രനെ കാണുക കാർത്തികയുടെ അടുത്താണ്. ആ ദിവസം കാർത്തികയായി. ഇപ്പോൾ കാലം കണക്കാക്കാൻ കലണ്ടറായി. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ചന്ദ്രനെ കാണുന്നത് അശ്വതി എന്ന നക്ഷത്രത്തിൻ്റെ സമീപത്താണെന്നിരിക്കട്ടെ. എങ്കിൽ ആ കുഞ്ഞിൻ്റെ ജന്മനക്ഷത്രം അശ്വതി എന്ന് കണക്കാക്കി. ഇന്ന് ഒരു കുഞ്ഞ് 1-ാം തീയതി ജനിച്ചാൽ നാം കുഞ്ഞിൻ്റെ ജനനത്തീയതി 1 എന്ന് പറയുന്നത് പോലെ അന്ന് തീയതിയില്ലാത്തതിനാൽ പകരം സ്വീകരിച്ച സംവിധാനമാണ് അശ്വതി എന്ന നാൾ. അശ്വതിയിൽ ജനിച്ച കുഞ്ഞിന് മകമാകുമ്പോഴേക്കും സ്വാഭാവികമായും 10 ദിവസം പ്രായമാകും. ഇങ്ങനെ കുഞ്ഞിൻ്റെ പ്രായം കണക്കാക്കാൻ ജനനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവിധ ചടങ്ങുകൾക്ക് ദിവസം നിശ്ചയിക്കാൻ ഒക്കെ ഈ സംവിധാനം സൗകര്യപ്രദമായി. അങ്ങനെയെങ്കിൽ ഈ നക്ഷത്രങ്ങളെ ഓർത്തിരിക്കേണ്ടേ? ഈ 27 നക്ഷത്രങ്ങൾ ഓർത്തിരിക്കുകയും അവയെ തിരിച്ചറിയുകയും ചെയ്താലേ അത് വെച്ചുകൊണ്ട് ഈ ഒരു കാലഗണന സാധ്യമാവൂ. അതിനവർ ചെയ്തത് ഭാവനാപൂർവമായ ചില കഥകൾ ഉണ്ടാക്കുക, അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾക്ക് ചില രൂപസങ്കല്പങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയവയാണ്. ഈ 27 നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ മനോഹരമായൊരു കഥ നമുക്ക് കേൾക്കാം. ഈ കഥയിലെ പ്രധാന കഥാപാത്രം ചന്ദ്രൻ തന്നെയാണ്. ചന്ദ്രൻ്റെ ജോലി എന്താണ്? ഭൂമിയെ ചുറ്റുക. ഈ ജോലിക്കിടയിൽ നമുക്കറിയാം, ഒരിക്കൽ പോലും ചന്ദ്രന് ലീവ് എടുക്കുക സാധ്യമല്ല, റെസ്റ്റും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രന് കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ല. ചന്ദ്രൻ്റെ പ്രായം കൂടിക്കൊണ്ടേയിരുന്നു. പക്ഷേ ലീവും വിശ്രമവും കിട്ടാത്തതിനാൽ ചന്ദ്രൻ കല്യാണത്തിന് മുതിർന്നില്ല. അച്ഛനും അമ്മയും ചന്ദ്രനെ എന്നും നിർബന്ധിക്കും, മോനെ നീ ഒന്ന് കല്യാണം കഴിക്ക്. പക്ഷേ ചന്ദ്രൻ കൂട്ടാക്കിയില്ല. ചന്ദ്രൻ പറയുന്ന ഒഴിവ് കഴിവ് എനിക്ക് ലീവില്ലെന്നാണ്. അവസാനം ഒരു ദിവസം അച്ഛനമ്മമാർ ചന്ദ്രനെ നിർബന്ധിച്ചു, മോനെ ലീവില്ലെങ്കിലും സാരമില്ല, നീ കല്യാണം കഴിച്ച് ഭാര്യയെ ആകാശത്തുള്ള നമ്മുടെ വീട്ടിൽ കൊണ്ടാക്ക്. 27 ദിവസം കൊണ്ട് ആകാശപാതയിലൂടെ ഭൂമിയെ ചുറ്റി വീടിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് വീട്ടിലേക്കൊന്ന് എത്തി നോക്കി ഭാര്യയെ കാണാം. നിനക്ക് അത്രയേ യോഗമുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. അച്ഛനമ്മമാരുടെ നിർബന്ധത്തിന് വഴങ്ങി ചന്ദ്രൻ ഭാര്യയെ ആലോചിച്ച് യാത്രയായി. ചന്ദ്രൻ പെണ്ണ് കാണാൻ പോയത് ദക്ഷൻ്റെ മകളെയാണ്. ദക്ഷന് 1000ഓളം പെൺമക്കളുണ്ട്. അതുകൊണ്ട് ദക്ഷൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ആരെങ്കിലും തൻ്റെ മക്കളെ കല്യാണം ആലോചിച്ച് വന്നാൽ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കും. കണ്ടിഷ്ടപ്പെട്ടാൽ കുറേയേറെ പെൺകുട്ടികളെ ഒന്നിച്ച് വിവാഹം ചെയ്തു കൊടുക്കും. ഒന്നെടുത്താൽ 100 എണ്ണം ഫ്രീ എന്ന് പറയുന്നത് പോലെ. ഏതാനും മരുമക്കൾ വന്നപ്പോഴേക്ക്
ദക്ഷൻ്റെ മിക്കവാറും പെൺമക്കൾ കല്യാണം കഴിക്കപ്പെട്ടു. പിന്നെയും 27 പെൺകുട്ടികൾ ബാക്കിയായി. അവരായിരുന്നു അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി തുടങ്ങിയവർ. അവരന്ന് ആകാശത്തെ നക്ഷത്രങ്ങളല്ല, ദക്ഷൻ്റെ പെൺമക്കളാണ്. ചന്ദ്രൻ വന്ന സമയത്ത് ഈ 27 പേരിൽ ഏറ്റവും സുന്ദരിയായ രോഹിണിയെ കാണിച്ചു കൊടുത്തു. ചന്ദ്രന് രോഹിണി ഇഷ്ടമായി, കല്യാണം നടന്നു. പക്ഷേ ദക്ഷൻ പഴയ പല്ലവി ആവർത്തിച്ചു. രോഹിണിയെ മാത്രമല്ല, അശ്വതി മുതൽ രേവതി വരെയുള്ള 27 പെൺമക്കളെയും ഒന്നിച്ച് വിവാഹം ചെയ്തു കൊടുത്തു. ഈ 27 പെൺമക്കളെയും കൊണ്ട് ചന്ദ്രൻ ആകാശത്തുള്ള തൻ്റെ വീട്ടിലെത്തി. അവിടെ അവരെ പാർപ്പിച്ച ശേഷം ഭൂമിയെ ചുറ്റുന്ന പരിപാടി തുടർന്നു. 27 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി 28-ാം ദിവസം വീടിന് മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചന്ദ്രൻ കാണുന്നത് വീട്ടിൽ നല്ല കലാപരിപാടി നടക്കുകയാണ്. എന്തായിരിക്കും കലാപരിപാടി? ഒരു വീട്ടിൽ 27 പെണ്ണുങ്ങൾ ഒന്നിച്ചുണ്ടായാൽ അവിടെ നടക്കുന്ന കലാപരിപാടി നമുക്ക് ആലോചിക്കാവുന്നതാണ്. അവിടെ നല്ല ശണ്ഠയിലാണ്. അത് തീർക്കാൻ നിൽക്കാൻ ചന്ദ്രന് സമയമുണ്ടോ? ചന്ദ്രൻ പറഞ്ഞു, ഇനി നിങ്ങളെല്ലാവരും ഇവിടെ ഒന്നിച്ച് നിൽക്കേണ്ട, അശ്വതിയെ മാത്രം അവിടെ നിർത്തി. ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര മുതൽ രേവതി വരെയുള്ള ബാക്കി 26 പേരെയും താൻ സഞ്ചരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോയി. അടുത്ത ദിവസം എത്തിയ സ്ഥാനത്ത് 2ാമത്തെ ആളെ ഭരണിയെ നിർത്തി. 3-ാം ദിവസം എത്തിയെടുത്ത് കാർത്തികയെ, 4-ാം ദിവസം എത്തിയെടുത്ത് രേവതിയെ. ഇപ്പോൾ സൗകര്യമായി. 27 ഇടങ്ങളിൽ 27 ഭാര്യമാർ. ചന്ദ്രന് ഭൂമിയെ ചുറ്റാൻ വേണ്ടത് 27 ദിവസവും. ഓരോ ദിവസവും ഓരോ ഭാര്യമാരുടെ കൂടെ അങ്ങനെ കഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് ഗമിക്കാം. ഇതിനിടയിൽ തന്നെ ചന്ദ്രൻ രോഹിണിയോട് ഇത്തിരി താല്പര്യക്കൂടുതൽ കാണിച്ചു. അതിൻ്റെ കാരണം നമുക്ക് വ്യക്തമാണ്. ചന്ദ്രൻ കണ്ടിഷ്ടപ്പെട്ടത് രോഹിണിയെയാണല്ലോ. ഇത് മറ്റ് ഭാര്യമാരിൽ അസൂയുണ്ടാക്കി. അവർ അച്ഛൻ്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു. അച്ഛാ, അങ്ങയുടെ മരുമകൻ ഞങ്ങളെയൊന്നും വേണ്ടത്ര പരിഗണിക്കുന്നില്ല. രോഹിണിയോട് മാത്രമാണ് താല്പര്യം. അച്ഛൻ മരുമകനെ വിളിച്ച് ഉപദേശിച്ചു. മോനെ, എല്ലാവരും നിൻ്റെ ഭാര്യമാരാണ്, എല്ലാവരെയും ഒരുപോലെ കാണണം. പക്ഷേ ചന്ദ്രൻ ഈ ഉപദേശം ചെവിക്കൊണ്ടില്ല. തൻ്റെ പതിവ് ശൈലി ചന്ദ്രൻ തുടർന്നു. അവസാനം പെൺമക്കൾ വീണ്ടും പരാതിയുമായി അച്ഛൻ്റെ അടുത്തെത്തിയപ്പോൾ കലിമുത്ത ദക്ഷൻ ചന്ദ്രനെ ശപിച്ചു. എൻ്റെ വാക്ക് ശ്രവിക്കാത്ത നിനക്ക് ക്ഷയമുണ്ടാവട്ടെ. അതുവരെ ചന്ദ്രൻ പൂർണ്ണ വട്ടത്തിലായിരുന്നു. പൗർണമി ചന്ദ്രൻ. ദക്ഷൻ്റെ ശാപം ലഭിച്ചത് മുതൽ ചന്ദ്രൻ ക്ഷയിക്കാൻ തുടങ്ങി. ക്ഷയിച്ച് 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 ചെറുതായി 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 അവസാനം അമാവാസ്യയായി. ചന്ദ്രൻ തന്നെ ഇല്ലാതെയായി. ഈ സമയത്താണ് മറ്റ് ഭാര്യമാർക്ക് അപകടം മനസ്സിലായത്. അവർ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അച്ഛാ, ശാപം പിൻവലിക്കണം. അച്ഛൻ പറഞ്ഞു, കൊടുത്ത ശാപം പിൻവലിക്കാൻ മാർഗമില്ല. വേണമെങ്കിൽ ഒരു അനുഗ്രഹം കൂടി ചെയ്യാം, വൃദ്ധിയും ഉണ്ടാവട്ടെ. ഈ അനുഗ്രഹം സിദ്ധിച്ചത് മുതൽ ചന്ദ്രൻ വൃദ്ധി പ്രാപിച്ച് വലുതായി 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 വീണ്ടും പഴയ പോലെ പൂർണ്ണ വട്ടത്തിലായി. പക്ഷേ അപ്പോഴും ശാപം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും പഴയ പോലെ ക്ഷയിച്ച് അമാവാസ്യയായി. ഇതങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. ഇങ്ങനെയാണ് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടായത് എന്നാണ് കഥ. ഈ കഥ ഒരു കേവല കഥയാണെന്ന് നമുക്കറിയാം. വളരെയേറെ ഭാവന നിറഞ്ഞ ഒരു കഥ. എന്തിനാണ് നമ്മുടെ പൂർവികർ ഇത്രയും മനോഹരമായൊരു കഥ രൂപപ്പെടുത്തിയത്? ലക്ഷ്യം ഇത് തന്നെ. അന്ന് കാലം കണക്കാക്കാൻ കലണ്ടറില്ലാത്ത ആ കാലത്ത് ഈ 27 നക്ഷത്രങ്ങളെ ഓർത്തിരിക്കൽ നിർബന്ധമാണ്. ഇവയെ ഓർത്തിരിക്കാൻ ഏറ്റവും നല്ല മാർഗം ഈ കഥയോടൊപ്പം ഇവയെ പഠിപ്പിക്കുകയാണ്. ഈ അറിവ് തലമുറകളിലൂടെ പകരണം. ഓരോ മുത്തശ്ശിമാരും പേരക്കിടാങ്ങൾക്ക് ഇത്തരം കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആകാശത്ത് അശ്വതിയെയും ഭരണിയെയും കാർത്തികയൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ അത് പതിയും. അടുത്ത തലമുറക്കും ആകാശ നിരീക്ഷണത്തിലൂടെ കാലം കണക്കാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള മഹത്തായ ഒരു ലക്ഷ്യമായിരുന്നു ഇത്തരം കഥകൾക്ക് പിന്നിൽ. ഈ കഥ സൂചിപ്പിക്കുന്നത് ആകാശ നിരീക്ഷണത്തിന് എത്രമാത്രം പ്രാധാന്യം അന്നത്തെ സമൂഹം നൽകിയിരുന്നു എന്നാണ്. ഇങ്ങനെയാണ് കലണ്ടറിൻ്റെ തുടക്കം.
ഇനി ഈ 27 നക്ഷത്രങ്ങളെ എങ്ങനെ തിരിച്ചറിയും? അതിന് അവർ നൽകിയ ഭാവന ചില രൂപസങ്കല്പങ്ങളാണ്. അശ്വതി എന്ന് പറയുന്നത് അശ്വമുഖം പോലെ അഥവാ കുതിരയുടെ തല പോലെയുള്ള 3 നക്ഷത്രങ്ങളാണ്. ഭരണി അടുപ്പുകല്ല് പോലെ 3 നക്ഷത്രങ്ങൾ. കാർത്തിക കൈവട്ടക പോലെ 6 നക്ഷത്രങ്ങൾ. രോഹിണി ഒറ്റാല് പോലെ 6 നക്ഷത്രങ്ങൾ. ഇങ്ങനെ രൂപങ്ങൾ അവർ സങ്കല്പിച്ചു. ഇതിൻ്റെ ലക്ഷ്യം തിരിച്ചറിയുകയാണ്. പക്ഷേ നല്ല ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ഈ രൂപസങ്കല്പങ്ങൾ പിന്നീട് അന്ധവിശ്വാസങ്ങളിലേക്ക് വഴിമാറുന്നതാണ് നാം കണ്ടത്. ഉദാഹരണമായി ഈ 27 നക്ഷത്രങ്ങളിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് മകം. അതിൻ്റെ രൂപം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. 6 നക്ഷത്രങ്ങൾ ചേർന്ന് രൂപപ്പെടുത്തുന്ന ആ രൂപം എന്താണെന്ന് ഞാൻ ക്ലാസ്സുകളിൽ കുട്ടികളോട് ചോദിക്കാറുണ്ട്. അവർ പറയാറ് അതൊരു ചോദ്യചിഹ്നം പോലെയാണെന്നാണ്. കാരണം കുട്ടികൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ചോദ്യങ്ങളെയാണ്. അവർക്ക് പരിചിതമായ രൂപം ചോദ്യചിഹ്നമാണ്. അതേസമയം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ സങ്കല്പം രൂപപ്പെടുന്ന കാലത്ത് അവർ ചോദ്യചിഹ്നങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അവർക്ക് അക്ഷരജ്ഞാനമില്ല. സ്വാഭാവികമായും അവർക്ക് തോന്നുക അവർക്ക് പരിചിതമായ രൂപങ്ങളാണ്. അവർ ഇതിനെ സങ്കല്പിച്ചത് ഒരു അരിവാൾ പോലെയാണ്. കൊയ്ത്തിനുപയോഗിക്കുന്ന അരിവാൾ. ഈ അരിവാളാണ് മകം എന്ന നക്ഷത്രം. മകം പിറന്ന മങ്ക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മകം എന്ന നക്ഷത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു അന്ധവിശ്വാസമാണ്. എന്താണ് മകം പിറന്ന മങ്ക എന്നതിൻ്റെ അർത്ഥം? ചന്ദ്രൻ മകം എന്ന നക്ഷത്രത്തിൻ്റെ അടുത്ത് കാണപ്പെടുന്ന ദിവസമാണ് ഒരു പെൺകുട്ടി ജനിച്ചത് എന്നാണ്. ഇതിൻ്റെ ഫലമായി ആ പെൺകുട്ടിയുടെ ജീവിതകാലത്തെ മുഴുവൻ ഈ മകം നക്ഷത്രം സ്വാധീനിക്കുമെന്നാണ് വിശ്വാസം. എന്തുകൊണ്ട് ഈ വിശ്വാസം വന്നു? മകത്തിൻ്റെ ആകൃതി തന്നെ. മകത്തിൻ്റെ ആകൃതി അരിവാളിൻ്റെ ആകൃതിയാണ്. ഒരു കാലത്ത് മനുഷ്യർക്ക് കൃഷിയും കാലിവളർത്തലുമല്ലാതെ മറ്റൊരു ജോലിയും അറിയുമായിരുന്നില്ല. കൃഷി ഒരു ജീവിത സംസ്കാരമായി കണ്ടിരുന്ന അക്കാലത്ത് ഏറ്റവും നല്ല മങ്ക, ഏറ്റവും നല്ല കൊയ്ത്തുകാരിയാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് കൊയ്ത്തരിവാളിൻ്റെ ആകൃതിയുള്ള മകം സ്ത്രീകൾക്ക് ശുഭനക്ഷത്രമായി. ഇന്നത്തെ കുട്ടികൾ ആരും തന്നെ കൊയ്ത്തരിവാൾ പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇന്ന് മകം പിറന്ന മങ്ക മികച്ച മങ്കയാവുക? ആകാശത്തെങ്ങാനും കമ്പ്യൂട്ടറിൻ്റെ ആകൃതിയിലുള്ള ഒരു നക്ഷത്രക്കൂട്ടം ഉണ്ടെന്ന് സങ്കല്പിക്കൂ. എങ്കിൽ ഇന്നത്തെ ഏറ്റവും നല്ല മങ്ക ആരായിരിക്കും? കമ്പ്യൂട്ടർ പിറന്ന മങ്കയായിരിക്കും. നിർഭാഗ്യവശാൽ ആകാശത്ത് കമ്പ്യൂട്ടർ ഇല്ല. ആകാശത്തുള്ള ഏതെങ്കിലും 4 നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ച് ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിൻ്റെ ചിത്രം അവിടെ സങ്കല്പിക്കുക ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ അവരതിന് മുതിർന്നില്ല. കാരണം ഈ നക്ഷത്രങ്ങൾക്ക് പേരിട്ട കാലത്ത്, രൂപങ്ങൾ സങ്കല്പിച്ച കാലത്ത് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിരുന്നില്ല. അവർക്ക് പരിചയമുള്ള ഉപകരണങ്ങളും കഥാപാത്രങ്ങളും ജീവികളുമൊക്കെയാണ് അവർ ആകാശത്ത് സങ്കല്പിച്ചത്. അപ്പോൾ വളരെ നല്ല ആവശ്യത്തിന് കാലം കണക്കാക്കാനുള്ള ആദ്യ കലണ്ടർ എന്ന നിലക്ക് രൂപപ്പെട്ട ഈ 27 നക്ഷത്രങ്ങളെ പിന്നീട് അതിലെ രൂപങ്ങളുമായി ബന്ധിപ്പിച്ച് ചില അന്ധവിശ്വാസങ്ങളിലേക്ക് ചില ആളുകൾ വഴിമാറ്റി നടത്തുകയാണ് ഉണ്ടായത്. വളരെ പ്രസിദ്ധമായ ഒരു നക്ഷത്രക്കൂട്ടമാണ് ഓറിയോൺ. ഈ 27 നക്ഷത്രങ്ങളിൽപ്പെട്ട തിരുവാതിരയും മകീരവുമൊക്കെ ഓറിയോണിൽപ്പെടുന്നു. ഓറിയോൺ എന്ന വേട്ടക്കാരൻ്റെ വലതു ചുമലിൻ്റെ സ്ഥാനത്തുള്ള ചുവപ്പ് നക്ഷത്രമാണ് തിരുവാതിര. അതിൻ്റെ തലയുടെ സ്ഥാനത്തുള്ള തേങ്ങാകണ്ണ് പോലെ അടുത്തടുത്ത് കാണുന്ന 3 നക്ഷത്രങ്ങളാണ് മകീരം. ഈ നക്ഷത്രക്കൂട്ടം ദിശയറിയാൻ ഏറെ അനുയോജ്യമാണ്. ആകാശ നിരീക്ഷണം പണ്ട് ആളുകൾ ആരംഭിച്ച ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ദിശയറിയൽ എന്ന് തുടക്കത്തിൽ നാം സൂചിപ്പിച്ചു. ദിശയറിയാൻ ഏറെ സഹായിക്കുന്നതാണ് ഓറിയോൺ. ഓറിയോണിൻ്റെ വാള് ചൂണ്ടി നിൽക്കുന്നത് തെക്കോട്ടാണ്, തല വടക്കോട്ടും. വാളിൽ നിന്ന് തലയിലൂടെ വരക്കുന്ന രേഖ ചെന്നെത്തുക ഭൂമിയുടെ ഉത്തരധ്രുവത്തിൻ്റെ മുകളിലുള്ള ധ്രുവനക്ഷത്രത്തിലാണ്. ഭൂമി ഭ്രമണം ചെയ്യുമ്പോൾ
മറ്റെല്ലാ നക്ഷത്രങ്ങളും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും. ഭൂമിയുടെ ഉത്തരധ്രുവത്തിന് മുകളിൽ നിൽക്കുന്നത് കൊണ്ട് ഭൂമിയുടെ ഭ്രമണം ഇതിന് സ്ഥാനമാറ്റമുണ്ടാക്കില്ല. ധ്രുവത്തിന് മുകളിലായതുകൊണ്ട് കൃത്യമായ വടക്കുമാണ്. അതുകൊണ്ട് ഓറിയോണിനെ ഉപയോഗിച്ച് ധ്രുവനെ കണ്ടെത്താനും ധ്രുവൻ ഉപയോഗിച്ച് കൃത്യമായ ദിശ കണക്കാക്കാനും സാധിക്കുമെന്ന് പഴയ ആളുകൾ മനസ്സിലാക്കി. ധ്രുവനെ കാണാത്ത സ്ഥലങ്ങളാണെങ്കിൽ പോലും ഓറിയോണിനെ മാത്രം വെച്ചുകൊണ്ട് ഓറിയോണിൻ്റെ വാളിൽ നിന്ന് തലയിലേക്ക് രേഖ വരച്ചുകൊണ്ട് വടക്ക് ദിശ കണക്കാക്കാൻ അവർ പഠിച്ചു. ഈ അറിവ് ആദ്യമായി വികസിപ്പിച്ചത് ഇറാഖിലുള്ള ആളുകളാണ്. ഇന്നത്തെ ഇറാഖല്ല, പഴയ ബാബിലോൺ. അന്നവർക്ക് മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് രാത്രി സമയത്ത് വിദൂര നാടുകളിലേക്ക് കച്ചവടാവശ്യാർത്ഥം സഞ്ചരിക്കാൻ റോഡുകളുണ്ടായിരുന്നില്ല. റോഡുണ്ടെങ്കിൽ ദിശയറിയാതെ റോഡിലൂടെ യാത്ര ചെയ്യാം. റോഡില്ലാത്ത ആ കാലത്ത് അവർക്ക് ദിശയറിഞ്ഞ് മാത്രമേ സഞ്ചരിക്കാനാവൂ. യാത്ര പകലാണെങ്കിൽ സൂര്യൻ ദിശ പറഞ്ഞു തരും, രാത്രിയാണ് യാത്ര. മരുഭൂമിയിൽ ഒരിക്കൽ യാത്ര ചെയ്തതിൻ്റെ ചവിട്ടടയാളം പോലും നിലനിൽക്കില്ല. കാരണം എപ്പോഴും കാറ്റ് വീശും, മണൽക്കാറ്റ്. മണൽക്കാറ്റിൽ എല്ലാ അടയാളങ്ങളും മായ്ക്കപ്പെടും. അതുകൊണ്ട് അവർക്ക് യാത്ര ചെയ്യാനുള്ള ഏക വഴി ദിശയറിയുകയായിരുന്നു. അതിന് വേട്ടക്കാരൻ അവരെ സഹായിച്ചു. അറബികളിൽ നിന്ന് ഈ അറിവ് മനസ്സിലാക്കിയ ഗ്രീക്കുകാർ അവരുടെ നാട്ടിൽ കൊണ്ടുപോയി ഈ നക്ഷത്രക്കൂട്ടത്തെ പ്രചരിപ്പിച്ചു. അവരാണ് ഓറിയോൺ അഥവാ വേട്ടക്കാരൻ എന്ന പേര് നൽകിയത്. ഈ നക്ഷത്രക്കൂട്ടത്തെ തിരിച്ചറിയണമെങ്കിൽ തലമുറകളിലൂടെ ഇതിൻ്റെ അറിവ് പകർന്നു നൽകണമെങ്കിൽ നല്ലൊരു കഥ ആവശ്യമാണ്. അവർ മനോഹരമായൊരു കഥ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കി. യവന പുരാണത്തിലെ വേട്ടക്കാരനായ ദേവനാണ് ഓറിയോൺ, സമുദ്രദേവനായ നെപ്റ്റ്യൂണിൻ്റെ മകൻ. ഓറിയോണിന് ഒരു കാമുകിയുണ്ടായിരുന്നു, പേര് ഡയാന. അസ്ത്രവിദ്യയുടെ ദേവതയാണ് ഡയാന. ഡയാനയും ഓറിയോണും തമ്മിലുള്ള അടുപ്പം ഡയാനയുടെ സഹോദരനായ അപ്പോളോ ദേവന് ഇഷ്ടമല്ലായിരുന്നു. ഓറിയോണിനെ വധിക്കാൻ അപ്പോളോ ദേവൻ പല തന്ത്രങ്ങളും നെയ്തു. എല്ലാം പരാജയപ്പെട്ടു. ഒരിക്കൽ ഓറിയോൺ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഒരു പ്രത്യേക രീതിയിലാണ് സഞ്ചാരം. കഴുത്തുവരെ വെള്ളത്തിനടിയിൽ, തല മാത്രം വെള്ളത്തിന് മുകളിലും. ഓറിയോണിന് നല്ല നീണ്ട കറുത്ത മുടി ധാരാളം ഉണ്ടായിരുന്നു. ഈ മുടി വെള്ളത്തിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും മൂർന്നിറങ്ങിയിട്ടുണ്ട്. മുഖമോ തലയുടെ മറ്റ് ഭാഗങ്ങളോ ഒന്നും ദൃശ്യമാകാത്ത വിധം മുടി കൊണ്ട് മൂടിയിരുന്നു. ഈ അവസ്ഥയിൽ ദൂരെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഒരു കറുത്ത പന്ത് വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നതായിട്ടാണ് തോന്നുക. ഈ സമയത്ത് അപ്പോളോ ദേവൻ തൻ്റെ സഹോദരി ഡയാനയെ വെല്ലുവിളിച്ചു. നീ അസ്ത്രവിദ്യയുടെ ദേവതയല്ലേ, വലിയ അമ്പെയ്ത്തുകാരിയല്ലേ, നിനക്ക് കഴിയുമെങ്കിൽ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ആ പന്തിനൊന്ന് അമ്പെയ്ത് കൊള്ളിക്ക്. ഡയാന വെല്ലുവിളി ഏറ്റെടുത്തു. അവൾ അമ്പെയ്തു. ആ അമ്പ് ചെന്ന് തറച്ചത് ഓറിയോണിൻ്റെ തലക്കാണ്. ഓറിയോൺ മരിച്ചു. ഓറിയോണിൻ്റെ ശവശരീരം തിരമാലകളിൽ വന്ന് കരക്കടിഞ്ഞു. അത് കണ്ട് ഡയാന ശവത്തിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അവൾ ഓറിയോണിനോട് മാപ്പ് ചോദിച്ചു. അവൾ പറഞ്ഞു, ഓറിയോൺ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഞാൻ അങ്ങയെ തിരിച്ചറിഞ്ഞില്ല. ഞാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി അങ്ങയെ ആകാശത്ത് പ്രതിഷ്ഠിക്കും. ഇന്നു മുതൽ അങ്ങയുടെ സ്ഥാനം ആകാശത്താണ്. ഇന്നു മുതൽ ഭൂമിയിൽ മനുഷ്യനുള്ളിടത്തോളം കാലം അങ്ങയെ ദിശയറിയാൻ ആളുകൾ ഉപയോഗപ്പെടുത്തും എന്ന് വരം നൽകി എന്നാണ് കഥ. ഓറിയോണിനെക്കുറിച്ച് ഇന്ത്യയിലുമുണ്ട് മനോഹരമായൊരു കഥ. ഇന്ത്യക്കാർക്ക് ഓറിയോണിനറിയില്ല. യവന പുരാണത്തിലെ ഈ കഥാപാത്രങ്ങളെയൊന്നും അറിയില്ല. അതുകൊണ്ട് ഇന്ത്യയിലുണ്ടാക്കിയ കഥ ഇന്ത്യക്കാർക്ക് പരിചിതമായ കഥാപാത്രങ്ങളുമായി ബന്ധിപ്പിച്ചാണ്. ഓറിയോണിൻ്റെ തല ഇന്ത്യക്കാർക്ക് ഒരു മാൻതലയാണ്. സംസ്കൃതത്തിൽ മൃഗശീർഷ എന്ന് പറയും. മൃഗശീർഷ എന്ന് പറഞ്ഞാൽ മാൻതല എന്നർത്ഥം. ആ മാനിൻ്റെ 2 കാലുകളാണ് ഇന്ത്യക്കാർക്ക് അതിന് താഴെ നിൽക്കുന്ന ആ 2 നക്ഷത്രങ്ങൾ. പാശ്ചാത്യർ അത് വേട്ടക്കാരൻ്റെ 2 ഷോൾഡറുകളായി, ഒരു ഭാഗത്ത് തിരുവാതിര, മറുഭാഗത്ത് ബെല്ലാട്ടെക്സ്, ഈ പേരുകളിലുള്ള 2 ഷോൾഡറുകളായി പാശ്ചാത്യർ കണക്കാക്കുന്ന ആ നക്ഷത്രങ്ങൾ
ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം മാനിൻ്റെ 2 കാലുകളാണ്. ഈ മാനാവട്ടെ വേഷം മാറിയ ദേവേന്ദ്രനാണ്. ഇത് ദേവേന്ദ്രനാണെന്ന് മനസ്സിലാക്കാതെ മൃഗവേദൻ എന്നൊരു കാട്ടാളൻ അമ്പെയ്യുന്നു. ആ അമ്പാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വേട്ടക്കാരൻ്റെ വാൾ. ബെൽറ്റിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ആ വാൾ അത് ഇന്ത്യക്കാർ കാണുന്നത് മൃഗവേദന ചെയ്ത അമ്പായിട്ടാണ്. ഈ അമ്പ് മാനിനേറ്റാൽ ദേവേന്ദ്രൻ നഷ്ടപ്പെടും. ദേവേന്ദ്രൻ ഇല്ലെങ്കിൽ ദേവലോകത്തിന് നാഥനുണ്ടാവില്ല. ഇത് മനസ്സിലാക്കി ത്രിമൂർത്തികൾ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവർ ഇടയിൽ കയറി പ്രതിരോധിക്കുന്നു എന്നാണ് ഇന്ത്യയിലെ കഥ. വേട്ടക്കാരൻ്റെ ബെൽറ്റിൻ്റെ സ്ഥാനത്തുള്ള ആ 3 നക്ഷത്രങ്ങൾ ഇന്ത്യക്കാർക്ക് ത്രിമൂർത്തികളാണ്. ഒരേ നക്ഷത്രക്കൂട്ടത്തെ ഗ്രീക്കുകാർ എങ്ങനെ കണ്ടു, ഇന്ത്യക്കാർ എങ്ങനെ കണ്ടു എന്ന് നാം മനസ്സിലാക്കി. ഇനി മറ്റു വിവിധ സംസ്കാരങ്ങളിൽ വേട്ടക്കാരൻ എങ്ങനെയാണ് അറിയപ്പെട്ടത്, ഏത് രൂപമാണ് സങ്കല്പിക്കപ്പെട്ടത്, എന്ത് കഥകളാണ് ഉണ്ടായത്, ഇതറിയാൻ നിങ്ങൾക്ക് നെറ്റിൽ പരതാം. സ്റ്റോറീസ് അബൌട്ട് ഓറിയോൺ എന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് കഥകൾ ചൈനയിലും ഈജിപ്തിലും ഒക്കെ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും. ഈ കഥകളുടെയൊക്കെ ലക്ഷ്യം ഒന്നാണ്. ഈ നക്ഷത്രക്കൂട്ടത്തെ തിരിച്ചറിഞ്ഞ് മാത്രമേ പണ്ട് രാത്രി യാത്ര സാധ്യമായിരുന്നുള്ളൂ. ദിശയറിയാൻ ഇത്രമാത്രം അനുയോജ്യമായ മറ്റൊരു നക്ഷത്രക്കൂട്ടം ഉണ്ടായിരുന്നില്ല. വടക്ക് നോക്കി യന്ത്രം കണ്ടുപിടിക്കുന്നതിന് മുൻപേ രാത്രി യാത്രകൾ അനിവാര്യമായിരുന്ന കാലത്ത്, റോഡുകളില്ലാത്ത കാലത്ത് അവർ വേട്ടക്കാരനെ ഉപയോഗിച്ച് യാത്ര ചെയ്തു. ഇങ്ങനെ നല്ല ഉദ്ദേശം വെച്ചാണ് അവർ കഥകളുണ്ടാക്കിയത്, രൂപങ്ങളുണ്ടാക്കിയത്. ഇങ്ങനെയുള്ള സ്വദേശീയപരമായ പ്രവർത്തനങ്ങളാണ് പിൽക്കാലത്ത് അന്ധവിശ്വാസങ്ങളിലേക്ക് വഴുതി മാറിയത്. 27 നക്ഷത്രങ്ങൾ ഉപയോഗിച്ച് കാലം കണക്കാക്കുന്ന രീതിയാണ് നാം ചർച്ച ചെയ്തത്. അതിൽപ്പെടുന്ന 2 നക്ഷത്രങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയാണ് നാം വേട്ടക്കാരനെക്കുറിച്ചും ചർച്ച ചെയ്തത്. കാലഗണനക്ക് ഈ 27 നക്ഷത്രങ്ങൾ മതിയോ? അശ്വതിയും ഭരണിയുമൊക്കെ 27 ദിവസം കഴിയുമ്പോൾ ആവർത്തിക്കില്ലേ? എങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ അശ്വതിയിൽ ജനിച്ച കുഞ്ഞ് ഏത് അശ്വതിക്കാണ് ജനിച്ചത് എന്ന് എങ്ങനെ അറിയും? ഇത് പരിഹരിക്കാൻ എന്താണ് മാർഗം? അവർ വീണ്ടും ആകാശത്തേക്ക് നോക്കി. കേവല നിരീക്ഷണത്തിൽ സൂര്യനും 12 മാസം കൊണ്ട് ഭൂമിയെ ചുറ്റുന്നതായി അവർക്ക് തോന്നി. യഥാർത്ഥത്തിൽ ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത് എന്ന് ഇന്ന് നമുക്കറിയാം. പക്ഷേ നഗ്നനേത്രങ്ങൾ കൊണ്ടുള്ള കേവല നിരീക്ഷണത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടത് സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്നാണ്. കാരണം നാം നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അതുതന്നെയാണ്. സൂര്യൻ ഭൂമിയെ ചുറ്റുന്നത് 12 മാസം കൊണ്ടാണ്. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? സൂര്യൻ ഭൂമിയെ ചുറ്റുന്ന ആകാശപാതയെ 12 ഭാഗിച്ചു. ആകെ 360 ഡിഗ്രി കോണുള്ള വൃത്തത്തിലൂടെയാണ് സൂര്യൻ ഭൂമിയെ ചുറ്റുന്നത്. ഇതിനെ 12 ഭാഗിക്കുമ്പോൾ ഓരോ ഭാഗവും 30 ഡിഗ്രി വീതം വരും. ഇങ്ങനെ 30 ഡിഗ്രി വീതമുള്ള 12 ഭാഗങ്ങൾ അവർ ആകാശത്ത് സങ്കല്പിച്ചു. ഈ ഭാഗങ്ങൾക്ക് അവർ രാശികൾ എന്ന് പേരിട്ടു. രാശികളെ എങ്ങനെ തിരിച്ചറിയും? നേരത്തെ ചന്ദ്രപാതയെ 27 ഭാഗിച്ചപ്പോൾ ഓരോ ഭാഗത്തെയും തിരിച്ചറിയാൻ വേണ്ടി ഒരു നക്ഷത്രത്തെയോ അല്ലെങ്കിൽ ഒരു ചെറുകൂട്ടത്തെയോ ഉപയോഗപ്പെടുത്തിയത് നാം മനസ്സിലാക്കി. ഇതുപോലെ സൂര്യൻ ഭൂമിയെ ചുറ്റുന്നതായി അവർക്ക് തോന്നിയ ആ പാതയെ തിരിച്ചറിയാനും അവർ ചില നക്ഷത്രങ്ങൾ ഉപയോഗിച്ചു. ഈ ഭാഗങ്ങൾ കുറേ കൂടി വലുതാണ്. കാരണം ചാന്ദ്രപാതയെ വേദിച്ചത് 27 സൂര്യപാതയെ 12 സ്വാഭാവികമായും ഈ ഭാഗങ്ങൾ കുറേ കൂടി വൈഡായിരിക്കും. അതുകൊണ്ട് അവിടെ ഒരൊറ്റ നക്ഷത്രത്തെ ഒരിക്കലും സ്വീകരിക്കുക സാധ്യമല്ല. ഒരു ചെറുകൂട്ടവും മതിയാകില്ല. അതുകൊണ്ട് കുറേ കൂടി വലിയ കൂട്ടങ്ങളെ 12 കൂട്ടങ്ങളെ അവർ തിരിച്ചറിഞ്ഞു. ഓരോ ഭാഗത്തും ഓരോ കൂട്ടങ്ങൾ. ആ കൂട്ടങ്ങൾക്ക് അതിന് യോജിച്ച പേരുകൾ നൽകി. അങ്ങനെയാണ് മാസങ്ങൾ ഉണ്ടാകുന്നത്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു തുടങ്ങിയ മാസങ്ങൾ വരുന്നത് അങ്ങനെയാണ്. ചിങ്ങം എന്ന് പറയുന്നത് സിംഹത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു നക്ഷത്രക്കൂട്ടമാണ്. കന്നി കന്യകയുടെ ആകൃതിയിൽ, തുലാം തുലാസിൻ്റെ ആകൃതി, ധനു ധനുസ് അഥവാ വില്ലിൻ്റെ ആകൃതി, വൃശ്ചികം തേളിൻ്റെ ആകൃതി, മകരം
മകരമത്സ്യം കുംഭം, കുടം, മീനം, മീൻ, മേടം, ചെമ്മരിയാട്, ഇടവം, കാള, മിഥുനം, ദമ്പതികൾ, കർക്കിടകം, ഞണ്ട്. ഇങ്ങനെ 12 നക്ഷത്രക്കൂട്ടങ്ങളെ അവർ ആകാശത്ത് സങ്കല്പിച്ചു. ഇതിനുള്ളിലൂടെയാണ് സൂര്യൻ്റെ ഗമനം. ഈ ഗമനത്തിനിടയിൽ സൂര്യനെ ചിങ്ങം എന്ന സിംഹാകൃതിയിലുള്ള നക്ഷത്രക്കൂട്ടത്തിൻ്റെ കൂടെ കാണുന്ന മാസത്തെ അവർ ചിങ്ങമാസം എന്ന് വിളിച്ചു. ഇതാണ് ചിങ്ങത്തിൻ്റെ ചിത്രം. ഈ ചിത്രത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മകത്തെ കാണാൻ കഴിയും. സിംഹത്തിൻ്റെ തലയുടെ ഭാഗത്താണ് ആ മകം കിടക്കുന്നത്. 6 നക്ഷത്രങ്ങൾ ചേർന്ന് അവിടെ മകമുണ്ട്. മകത്തിൻ്റെ താഴെയുള്ള ഒരു നക്ഷത്രം ഒഴിവാക്കിയാൽ ബാക്കി 5 എണ്ണം ചേർന്ന് സിംഹത്തിൻ്റെ തലയായി. ഊരയുടെ സ്ഥാനത്തുള്ള നക്ഷത്രങ്ങളാണ് പൂരം, വാലറ്റത്തുള്ളത് ഉത്രവും. ചിങ്ങമാസത്തിൽ സൂര്യൻ ഈ നക്ഷത്രക്കൂട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും. എന്താണ് അതിനർത്ഥം? സൂര്യൻ ഈ നക്ഷത്രക്കൂട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചിങ്ങമാസത്തിൽ ഈ നക്ഷത്രക്കൂട്ടത്തെ നമുക്ക് ഒട്ടും കാണാൻ കഴിയില്ല എന്നാണ്. ചിങ്ങമാസത്തിൽ സൂര്യോദയം രാവിലെ 6 മണിക്കാണെന്ന് സങ്കല്പിക്കാം. എങ്കിൽ അന്ന് 6 മണിക്ക് തന്നെയാണ് ചിങ്ങവും ഉദിക്കുക. ചിങ്ങത്തിൻ്റെയും സൂര്യത്തിൻ്റെയും ഉദയത്തിൻ്റെ അടിസ്ഥാനം ഭൂമിയുടെ കറക്കമാണ്. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുമ്പോൾ കിഴക്ക് ഭാഗത്തു നിന്നും ചിങ്ങവും സൂര്യനും ഒന്നിച്ചുദിച്ചുയരുന്നു. സൂര്യൻ ഉദിച്ചുയരുമ്പോൾ കൂടെ ഉദിച്ചുയരുന്ന ചിങ്ങം ഉച്ചയ്ക്ക് സൂര്യൻ ഉച്ചയിലെത്തുമ്പോൾ നമ്മുടെ ഉച്ചയിലുണ്ടാകും. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ ചിങ്ങവും കൂടെ അസ്തമിക്കും. അതിനർത്ഥം ചിങ്ങമാസത്തിൽ നമുക്ക് സൂര്യനെ ഒട്ടും കാണാൻ കഴിയില്ലെന്നാണ്. ഇനി എങ്ങനെയാണ് മലയാള മാസങ്ങൾ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെടുന്നത് നമുക്ക് നോക്കാം. ഈ ചിത്രത്തിൽ മധ്യത്തിൽ സൂര്യനെ കാണാം. ഭൂമി സൂര്യനെ ചുറ്റുന്ന പാത കാണിച്ചിരിക്കുന്നു. ഈ പാതയെ 12 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിത്രത്തിൽ ഭൂമി നിൽക്കുന്ന സ്ഥാനത്ത് അവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് ഒരാൾ സൂര്യനെ നോക്കുന്നു എന്ന് വിചാരിക്കുക. അയാൾക്ക് സൂര്യനെ കാണുക ചിങ്ങം എന്ന നക്ഷത്രക്കൂട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും. അതുകൊണ്ട് ആ മാസത്തെ ചിങ്ങമാസം എന്ന് വിളിക്കുന്നു. ഒരു മാസം കഴിയുമ്പോൾ സൂര്യൻ ഇടത് ഭാഗത്തുള്ള തൊട്ടടുത്ത ഭാഗത്തെത്തുന്നു. അവിടെ നിന്ന് സൂര്യനെ നോക്കുമ്പോൾ സൂര്യനെ കാണുന്നത് കന്നി എന്ന നക്ഷത്രക്കൂട്ടത്തിലാണ്. ഈ മാസമാണ് കന്നിമാസം. വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ സൂര്യൻ ചലിച്ച് ഒന്നുകൂടി ഇപ്പുറയുള്ള ഭാഗത്തെത്തുമ്പോൾ അവിടെ നിന്ന് സൂര്യനെ നോക്കുമ്പോൾ നമുക്ക് സൂര്യനെ കാണുക തുലാം നക്ഷത്രക്കൂട്ടത്തിലാണ്. ആ മാസമാണ് തുലാമാസം. ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് സൂര്യൻ ഭൂമിയെ ചിങ്ങത്തിൽ നിന്ന് കന്നിയിലേക്ക് പോയി, കന്നിയിൽ നിന്ന് തുലാത്തിലേക്ക് പോയി, തുലാത്തിൽ നിന്ന് വൃശ്ചികത്തിലേക്ക് പോയി, അങ്ങനെ പോയി ആകാശപാതയിലൂടെ ഭൂമിയെ ചുറ്റുന്നു എന്നാണ് തോന്നുക. യഥാർത്ഥത്തിൽ സൂര്യൻ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ് ഭൂമിയെ അപേക്ഷിച്ച്. ഭൂമിയാണ് സൂര്യനെ കറങ്ങുന്നത്. പക്ഷേ അതിൻ്റെ ഫലമായി നമുക്കനുഭവപ്പെടുന്നത് സൂര്യൻ നക്ഷത്രക്കൂട്ടങ്ങളിലൂടെ ഭൂമിയെ ചുറ്റുന്നു എന്നാണ്. ഈ ചുറ്റലിനിടയിൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഏത് നക്ഷത്രക്കൂട്ടത്തിലാണോ സൂര്യനെ കാണുന്നത് ആ കൂട്ടത്തിൻ്റെ പേര് ആ കാണപ്പെടുന്ന ഒരു മാസക്കാലത്തിന് നൽകുന്നു. അങ്ങനെയാണ് മാസങ്ങളുണ്ടായത്. ഇപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സംശയമുണ്ടാകും. ചിങ്ങമാസത്തിൽ സൂര്യൻ ചിങ്ങം നക്ഷത്രക്കൂട്ടത്തോടൊപ്പമാണ് ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നാം ചിങ്ങത്തെ കാണുക? അത് പകലല്ലേ നമ്മുടെ ആകാശത്തുണ്ടാവുക? ചിങ്ങത്തെ കാണാതെ എങ്ങനെയാണ് സൂര്യൻ ആ മാസം ചിങ്ങം രാശിയിലാണെന്ന് തിരിച്ചറിയുക? അത് മറ്റൊരു രീതിയിലാണ്. ചിങ്ങമാസത്തിൽ രാവിലെ 6 മണിക്ക് ചിങ്ങത്തോടൊപ്പം സൂര്യൻ ഉദിക്കുന്നു. വൈകുന്നേരം 6 മണിക്ക് ചിങ്ങത്തോടൊപ്പം സൂര്യൻ അസ്തമിക്കുന്നു. ചിങ്ങം കഴിഞ്ഞ് തൊട്ട് പിറകിലാണ് കന്നിരാശി. അതുകൊണ്ട് സൂര്യൻ ഉദിച്ച് 2 മണിക്കൂർ കഴിഞ്ഞാണ് ചിങ്ങമാസത്തിൽ കന്നി ഉദിക്കുക. സ്വാഭാവികമായും സൂര്യൻ അസ്തമിച്ച് 2 മണിക്കൂർ കഴിഞ്ഞാണ് കന്നി അസ്തമിക്കുക. എന്താണ് അതിനർത്ഥം? ചിങ്ങമാസത്തിൽ സൂര്യൻ അസ്തമിച്ച ഉടനെ നാം പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ അവിടെ അസ്തമിക്കാനായി റെഡിയായി നിൽക്കുന്ന നക്ഷത്രക്കൂട്ടം കന്നിയായിരിക്കും. ഇനി ചിങ്ങമാസത്തിൽ തുലാം രാശി എപ്പോഴായിരിക്കും ഉദിക്കുക? 6 മണിക്ക് ചിങ്ങം ഉദിച്ചു, 8 മണിക്ക് കന്നി ഉദിച്ചു. എങ്കിൽ 10 മണിക്കാണ് തുലാം ഉദിക്കുക. ഇതേ രീതിയിൽ രാത്രി 10 മണിക്കായിരിക്കും തുലാം അസ്തമിക്കുക. അപ്പോൾ 6 മണിക്ക് സൂര്യൻ അസ്തമിക്കുമ്പോൾ
കുറേ കൂടി ഉയരത്തിൽ നമുക്ക് തുലാം രാശിയെ കാണാം. ഇങ്ങനെ കാണുന്ന നക്ഷത്രക്കൂട്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സൂര്യൻ്റെ സ്ഥാനം അനുമാനിച്ചുകൊണ്ടാണ് സൂര്യൻ ഇപ്പോൾ ഏത് രാശിയിലാണെന്ന് മനസ്സിലാക്കുന്നത്. വളരെയേറെ നിരീക്ഷണ പാഠം ആവശ്യമുള്ള ഈ ഒരു രീതി അവർ വളർത്തിയെടുത്തത് കാലം കണക്കാക്കാൻ വേണ്ടിയായിരുന്നു. ഇങ്ങനെ വന്നപ്പോൾ കാലം കണക്കാക്കാൻ സൗകര്യങ്ങളായി. 12 മാസങ്ങളായി, അതുപോലെ 27 നാളുകളായി. ഇങ്ങനെ ഈ 12 മാസങ്ങൾ, അന്ന് അതിന് മാസങ്ങൾ എന്ന് പറഞ്ഞില്ല, പകരം രാശികൾ, 12 രാശികളും 27 നക്ഷത്രങ്ങളും വെച്ചുകൊണ്ടായിരുന്നു പണ്ടത്തെ കാലഗണന. കലണ്ടർ വരുന്നത് പിന്നെയും കുറേ കഴിഞ്ഞാണ്. മാസങ്ങൾ എന്ന സങ്കല്പം വരുന്നത്, വർഷം എന്ന സങ്കല്പമൊക്കെ പിന്നീടാണ് വരുന്നത്. അപ്പോൾ കലണ്ടർ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഈ രാശികളെ തിരിച്ചറിയുകയും അവയെ ഉപയോഗിച്ച് കാലം ഗണിക്കുകയും ചെയ്യുന്ന രീതി ലോകത്തെ പല ഭാഗങ്ങളിലും വികസിച്ചു വന്നു. ഇങ്ങനെ നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഈ രാശി എന്ന സങ്കല്പം പിൽക്കാലത്ത് ഒരുപാട് അന്ധവിശ്വാസങ്ങളിലേക്ക് വഴിമാറുന്നതാണ് നാം കണ്ടത്. യഥാർത്ഥത്തിൽ ആകാശത്തുള്ള ഈ രാശിയുടെ ചിത്രം വരയ്ക്കേണ്ടത് വൃത്തത്തിലാണ്. കാരണം രാശി കിടക്കുന്നത് വൃത്തമായിട്ടാണ്. നാം കാണുന്ന ആകാശത്ത്, നമ്മുടെ ആകാശത്ത് 6 രാശികളും മറുഭാഗത്ത് നാം കാണാത്ത, നാം താഴെന്ന് വിചാരിക്കുന്ന ഭാഗം, ആ ഭാഗത്തുള്ള ആകാശത്ത് 6 രാശികളും. ഇങ്ങനെ 12 രാശികൾ ഭൂമിയെ വലയം ചെയ്ത് കിടക്കുന്നു. ഇവ കിടക്കുന്നത് ഒരു വൃത്തപാതയിലാണ്. ഈ ചിത്രം വരയ്ക്കാൻ, വൃത്തപാതയിൽ രാശികളെ കാണിക്കുന്ന ചിത്രം വരയ്ക്കാൻ കോമ്പസ് ആവശ്യമാണ്. 12 ഭാഗങ്ങളാക്കാൻ പ്രൊട്രാക്ടർ ആവശ്യമാണ്. ഈ പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പണ്ടൊരു നല്ല മനുഷ്യൻ ഇതിനെ ചതുരമാക്കി മാറ്റി. ചതുരത്തിൽ വരയ്ക്കാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പ്രൊട്രാക്ടർ ആവശ്യമില്ല, കോമ്പസ് ആവശ്യമില്ല, വെറുതെ പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ വരയ്ക്കാവുന്നതാണ്. മറ്റൊരു സൗകര്യം കൂടി ഇതിനുണ്ട്. ചതുരത്തിലാകുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. ഒന്നാമത്തെ രാശിയായിട്ട് പറയുന്നത് മേടത്തെയാണ്. ഈ ചതുരത്തിൻ്റെ ഏറ്റവും മുകളിൽ ഇടത് ഭാഗത്തുള്ള കളത്തെയാണ് മീനം എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടടുത്ത കളം മേടം, അതിനപ്പുറത്ത് ഇടവും. അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കൊടുത്താൽ മേടം ഏറ്റവും മുകളിലുള്ള ഇടതുകോളത്തിൻ്റെ തൊട്ട് വലത്, ഇതൊന്ന് ഓർത്ത് വെച്ചാൽ ബാക്കിയെല്ലാം ഓർത്ത് വെക്കാം. അങ്ങനെയാകുമ്പോൾ പിന്നെ ഈ കളങ്ങളിൽ മീനം, മേടം, ഇടവം, മിഥുനം എന്ന് എഴുതേണ്ട കാര്യമില്ല. ഗ്രഹനിലകളിലോ പഞ്ചാംഗങ്ങളിലോ ജാതകങ്ങളിലോ ഒന്നും ഇങ്ങനെ മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്ന് എഴുതാറില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. എന്താണ് സൗകര്യം? ഇത് ചതുരത്തിലാണ്. ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓർത്ത് വെച്ചാൽ മതി. വൃത്തത്തിലാണെങ്കിൽ വൃത്തത്തിന് അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓർക്കാൻ പ്രയാസമാണ്. എവിടെ തുടങ്ങും? എല്ലാം ഒരുപോലെയാണ്. എല്ലാ ഭാഗങ്ങളും ഒരുപോലെ വളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ലഭ്യമല്ല. അപ്പോൾ മാസങ്ങളുടെ അഥവാ രാശികളുടെ പേര് എഴുതി വെക്കാതിരിക്കാനുള്ള ഒരു സൗകര്യം കൂടി വൃത്തം ചതുരത്തിലാക്കുമ്പോൾ ഉണ്ട്. ഇങ്ങനെ നല്ല ഉദ്ദേശത്തിൽ തുടങ്ങിയ ഈ സംവിധാനം പിന്നീട് അന്ധവിശ്വാസങ്ങളിലേക്ക് വഴിമാറുന്നതാണ് നാം കണ്ടത്. വൃത്തം ചതുരത്തിലേക്ക് മാറിയപ്പോൾ ചില മൂലകൾ വന്നു. ഈ ചിത്രത്തിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇവിടെ 4 മൂലകൾ: മീനമൂല, മിഥുനമൂല, കന്നിമൂല, ധനുമൂല. ഈ മൂലകളാണ് പ്രശ്നം. വൃത്തമായി തന്നെ വരക്കുകയാണെങ്കിൽ മൂല ഉണ്ടാകുമായിരുന്നില്ല. വരക്കാനുള്ള സൗകര്യത്തിനും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓർക്കാനുള്ള സൗകര്യത്തിനും വേണ്ടി അതിനെ ചതുരമാക്കി മാറ്റിയപ്പോൾ മൂലകൾ വന്നു. അതിൽ അപകടകാരിയായ മൂലയായിട്ട് കന്നിമൂലയെ സങ്കല്പിക്കുന്നു. കന്നിമൂലയിൽ കക്കൂസ് ഉണ്ടാക്കിക്കൂടാ. അത് ആരെങ്കിലും അറിയാതെ പണ്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പൊളിച്ചു മാറ്റണം. വീട്ടിലുള്ള എല്ലാ ദുരിതങ്ങൾക്കും കാരണം ആ കക്കൂസിൻ്റെ സ്ഥാനമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ പാവങ്ങളുടെ വീടും കക്കൂസും ഒക്കെ, കുളിപ്പുരയും തൊഴുത്തുമൊക്കെ പൊളിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഇന്ന് വളരെ ഭീകരമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഈ രാശിചക്രത്തെ ചക്രത്തിൽ നിന്ന് മാറ്റി ചതുരത്തിലേക്ക് മാറ്റിയതോടെ വന്നുപോയതാണ്. ഈ കാര്യം തിരിച്ചറിഞ്ഞ് ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് മോചിതരാവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. രാശിചക്രത്തെ ചതുരത്തിലേക്ക് മാറ്റി അതിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം കൂടി രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് ഗ്രഹനില. ജാതകത്തിൻ്റെ പ്രധാന ഭാഗം ഈ ഗ്രഹനില സൂചിപ്പിക്കുന്ന ഭാഗമാണ്. ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടാണ്
പിന്നീട് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ടായത്. ഫലഭാഗ ജ്യോതിഷം വളർന്നു വരുന്നത് ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ വിവിധ ഗ്രഹങ്ങളുടെ സ്ഥാനം നേരത്തെ നാം കണ്ട ആ രാശിചക്രത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നതാണ് ഗ്രഹനില എന്ന് പറയുന്നത്. ചില ഗ്രഹങ്ങളുടെ സ്ഥാനം ചില പ്രത്യേക രാശികളിൽ വരുന്നത് വളരെയേറെ അപകടകരമായും ചില രാശികളിൽ വരുന്നത് ഗുണപരമായും വ്യാഖ്യാനിക്കപ്പെട്ടു. ഒരാളുടെ ജനനസമയത്തെ ഇവയുടെ സ്ഥാനം കുറിച്ച് വെച്ച ജാതകം നോക്കി വിവാഹം നിശ്ചയിക്കുകയും വിവാഹം വേണ്ടെന്ന് വെക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ പിന്നീട് സംജാതമായി. എന്നാൽ അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ ഒരു മതവും ഈ വിശ്വാസത്തെ പിന്തുണക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പുരാണങ്ങളും ഇതിഹാസങ്ങളും പരതുമ്പോൾ അത് നമുക്ക് ബോധ്യമാകും. ഉദാഹരണമായി, രാമൻ സീതയെ കല്യാണം കഴിക്കുന്നത് ജാതകം നോക്കിയിട്ടല്ല. ആ കഥ ഏവരും കേട്ടതാണ്. ജനകരാജാവിൻ്റെ വില്ല് കുലക്കാൻ കഴിവുള്ള ആളെ മരുമകനായി സ്വീകരിക്കാനാണ് ജനകൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് രാമൻ സീതയെ വിവാഹം കഴിക്കുന്നത്. കൃഷ്ണൻ രുക്മിണിയെ വിവാഹം കഴിക്കുമ്പോഴും അർജുനൻ പാഞ്ചാലിയെ വിവാഹം കഴിക്കുമ്പോഴും ദുഷ്യന്തൻ ശാകുന്തളയെ വിവാഹം കഴിക്കുമ്പോഴൊന്നും ജാതകം നോക്കിയിട്ടില്ല. അന്ന് രാജാക്കന്മാർക്കിടയിലുള്ള വിവാഹങ്ങളെല്ലാം സ്വയംവരങ്ങളായിരുന്നു. വരുന്ന ആളുകൾ പരസ്പരം ജാതകം ഒത്തുനോക്കി പൊരുത്തം നോക്കി ആയിരുന്നില്ല വിവാഹം കഴിച്ചിരുന്നത്. താഴ്ന്ന ജാതിക്കാർക്കിടയിലാവട്ടെ ജാതകമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജാതകം നോക്കിക്കൊണ്ടുള്ള വിവാഹങ്ങൾക്ക് പഴയ കാലത്ത് നിലനിൽപ്പുണ്ടായിരുന്നില്ല എന്ന് ഈ കഥകളിൽ നിന്ന് നമുക്ക് ബോധ്യമാകും. ഇനി ജാതകത്തിലെ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് അതറിയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥശൂന്യത നമുക്ക് ബോധ്യമാകും. നമുക്കറിയാം ഏതൊക്കെയാണ് ഗ്രഹങ്ങളെന്ന്. ഗ്രഹങ്ങളുടെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയാണല്ലോ ജാതകത്തിലും ജ്യോതിഷത്തിലുമൊക്കെയുള്ള ഗ്രഹനില പറയുന്നത്. ജ്യോതിഷപ്രകാരമുള്ള ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ജ്യോതിഷത്തിലെ രണ്ട് പ്രധാന ഗ്രഹങ്ങളാണ് സൂര്യനും ചന്ദ്രനും. ജ്യോതിഷപ്രകാരം സൂര്യനും ചന്ദ്രനും ഭൂമിയെ ചുറ്റുകയാണ്. ആ ചുറ്റുന്നതിൻ്റെ സ്ഥാനം വെച്ചുകൊണ്ടാണ് ഫലഭാഗം പ്രവചിക്കുന്നത്. അതിനു പുറമെ ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, ബുധൻ എന്നീ ദൃശ്യഗ്രഹങ്ങളെയും അവർ ഗ്രഹങ്ങളായി കണക്കാക്കുന്നു. മൊത്തം 7 ഗ്രഹങ്ങൾ: സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. ഇതിനു പുറമെ കാണാത്ത 2 ഗ്രഹങ്ങളും ജ്യോതിഷത്തിലുണ്ട്. തമോ ഗ്രഹങ്ങൾ എന്ന് പറയുന്ന രാഹുവും കേതുവും. ഗ്രഹണങ്ങൾ സൃഷ്ടിക്കുന്ന ഇരുട്ടിൻ്റെ കേന്ദ്രങ്ങൾ മാത്രമാണ് അവ എന്ന് ഇന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള ദൃശ്യഗ്രഹങ്ങളായ 7 ഗ്രഹങ്ങളും അദൃശ്യഗ്രഹങ്ങളായ രാഹുവും കേതുവും ചേർന്നതാണ് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങൾ. ഇവ വെച്ചാണ് ഗ്രഹനില കണക്കാക്കുന്നത്. എന്നാൽ ബുധൻ, ചൊവ്വ തുടങ്ങിയ ചെറിയ ഗ്രഹങ്ങളെക്കാൾ അനേക മടങ്ങ്, 100 കണക്കിന് മടങ്ങ് വലുപ്പമുള്ള യുറാനസും നെപ്റ്റ്യൂണൊന്നും ജാതകത്തിൽ ഗ്രഹങ്ങളായിട്ടില്ല. കാരണം ഈ വിശ്വാസം രൂപപ്പെടുന്ന കാലത്ത് യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും കണ്ടുപിടിച്ചിരുന്നില്ല. അപ്പോൾ അന്ന് അവർക്ക് ഗ്രഹങ്ങളെന്ന് തോന്നിയ അവർ കണ്ടെത്തിയ 5 ഗ്രഹങ്ങളെയും പുറമെ സൂര്യനെയും ചന്ദ്രനെയും ചേർത്ത് ഇവയെല്ലാം ഗ്രഹങ്ങളായി സങ്കല്പിച്ചുകൊണ്ടാണ് ഈ വിശ്വാസം നിലനിൽക്കുന്നത്. ഇനി എന്താണ് ചൊവ്വാദോഷമെന്ന് നോക്കാം. ഒരാളുടെ ജാതകമാണിത്. ഈ ജാതകപ്രകാരം അയാൾക്ക് ചൊവ്വാദോഷമുണ്ട്. ഈ ജാതകത്തിൽ ചില അക്ഷരങ്ങൾ നിങ്ങൾക്ക് കാണാം. ല, മ, ബു, ഗു, കു, ര, ശു. ഇവയൊക്കെ ചില ചുരുക്കെഴുത്തുകളാണ്. ബു എന്ന് പറയുന്നത് ബുധൻ, ശു എന്ന് പറയുന്നത് ശുക്രൻ, ച എന്ന് പറയുന്നത് ചന്ദ്രൻ, ര എന്ന് പറയുന്നത് രവി അഥവാ സൂര്യൻ, ഗു എന്ന് പറയുന്നത് ഗുരു അഥവാ വ്യാഴം, കു എന്ന് പറയുന്നത് കുജൻ അഥവാ ചൊവ്വ. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആകാശത്തുള്ള 12 രാശികളിൽ ഈ സപ്തഗോളങ്ങൾ എവിടെ നിലകൊണ്ടു എന്നാണ് ജാതകത്തിലെ ഈ ഗ്രഹനില സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൽ ല എന്താണ്? ല എന്ന് പറയുന്നത് ലഗ്നം അഥവാ ജന്മരാശി.
ഒരാൾ ജനിക്കുന്ന സമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഉദിച്ചുയരുന്ന രാശിയാണ് ജ്യോതിഷപ്രകാരം ലഗ്നം. ചിങ്ങമാസത്തിൽ സൂര്യനും ചിങ്ങവും ഒരുമിച്ചാണ് ഉദിക്കുക എന്ന് നാം നേരത്തെ മനസ്സിലാക്കി. അതുകൊണ്ട് ചിങ്ങമാസത്തിൽ സൂര്യോദയ സമയത്ത് ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അവൻ ജനിക്കുമ്പോൾ കിഴക്ക് ഉദിച്ചുയരുന്ന രാശി ചിങ്ങമായതിനാൽ അവൻ്റെ ലഗ്നം ചിങ്ങമായിരിക്കും. ചിങ്ങമാസത്തിൽ ഒരാൾ ജനിക്കുന്നത് രാവിലെ 8 മണിക്ക് ആണെന്നിരിക്കട്ടെ, അന്ന് സൂര്യൻ്റെ കൂടെ 6 മണിക്ക് ചിങ്ങം ഉദിച്ചിട്ടുണ്ടാകും. ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ കിഴക്ക് ഉദിച്ചുയരുന്ന രാശി ചിങ്ങം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള രാശിയായ കന്നിയായിരിക്കും. അതുകൊണ്ട് ചിങ്ങമാസത്തിൽ രാവിലെ 8 മണിക്ക് ജനിക്കുന്ന ഒരാളുടെ ലഗ്നം കന്നിയായിരിക്കും. ചിങ്ങമാസത്തിൽ ഒരാൾ ജനിക്കുന്നത് 10 മണിക്ക് ആണെന്നിരിക്കട്ടെ, എങ്കിൽ അയാളുടെ ലഗ്നം അഥവാ ജന്മരാശി തുലാം രാശിയായിരിക്കും. ഇനി എന്താണ് ചൊവ്വാദോഷം എന്ന് നോക്കാം. ലഗ്നത്തിൽ നിന്ന് 7-ാം ഭാവത്തിലോ 8-ാം ഭാവത്തിലോ ചൊവ്വ വരുന്നതാണ് ചൊവ്വാദോഷം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാദോഷം 7-ൽ മാത്രമാണുള്ളത്. അതാണ് 7-ൽ ചൊവ്വ എന്ന് പറയുന്നത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ 7-ലോ 8-ലോ വന്നാലും ചൊവ്വാദോഷമായി. 7-ൽ ചൊവ്വ, 8-ൽ ചൊവ്വ എന്നിങ്ങനെ അതിനെ പറയുന്നു. ഈ ചിത്രത്തിൽ നിങ്ങൾക്കത് കാണാം. ഈ ഗ്രഹനില പ്രകാരം ജനിച്ച ആളുടെ ലഗ്നം കർക്കിടകമാണ്. അതിനർത്ഥം അയാൾ ജനിക്കുന്ന സമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയർന്ന് വരുന്ന രാശി കർക്കിടകമായിരുന്നു. അതിൽ നിന്ന് 7-ാമത്തെ ഭാവത്തിൽ കർക്കിടകം 1, ചിങ്ങൻ 2, കന്നി 3, തുലാം 4, വൃശ്ചികം 5, ധനു 6, മകരം 7. 7-ാം രാശിയിലാണ് ഗു, ബു, കു എന്നിവ കിടക്കുന്നത്. അതിൽ കു എന്ന് പറയുന്നത് നമ്മുടെ കഥാപാത്രമായ കുജൻ അഥവാ ചൊവ്വയാണ്. ഇയാൾ ജനിക്കുന്ന സമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയർന്നു വരുന്ന രാശിയിൽ നിന്നും 7-ാമത്തെ രാശിയിലായിരുന്നു ചൊവ്വ എന്നാണ് ഈ ഗ്രഹനില കാണിക്കുന്നത്. അതിനർത്ഥം അയാൾക്ക് ചൊവ്വാദോഷമുണ്ട്. 7-ാമത്തെ രാശി എന്ന് പറയുന്നത് എവിടെയാകും? അത് നാം ആലോചിക്കണം. ആകെ 12 രാശികളാണ് ആകാശത്തുള്ളത്. ഇവ ഭൂമിയെ ചുറ്റിക്കിടക്കുന്നു തുല്യ അകലത്തിൽ. സ്വാഭാവികമായും നാം കാണുന്ന ആകാശത്തിൽ 6 രാശികളാണ് ഉണ്ടാവുക. ബാക്കി 6 എണ്ണം താഴെയുള്ള ആകാശത്ത്, ഭൂമിയുടെ മറുവശത്ത്. ചൊവ്വ കിടക്കുന്നത് 7-ാം രാശിയിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? നമ്മുടെ ആകാശത്ത് ആ സമയത്ത് ചൊവ്വ ഇല്ലെന്നർത്ഥം. ചൊവ്വ അസ്തമിച്ച് പോയിരിക്കുന്നു. അസ്തമിച്ച് കഴിഞ്ഞ രാശിയാണ് 7-ാം രാശി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾക്ക് ചൊവ്വ ദോഷമുണ്ടാക്കുന്നത് അവൻ ജനിക്കുമ്പോൾ ചൊവ്വ അസ്തമിച്ച് പോയിരിക്കുന്നു, ആ സമയത്ത് ജനിക്കുന്നു എന്നതുകൊണ്ടാണ്. ചൊവ്വയെ കൊണ്ട് ദോഷമുണ്ടാവുകയാണെങ്കിൽ എപ്പോഴാണ് ഉണ്ടാവേണ്ടത്? ചൊവ്വ നമ്മുടെ തലക്ക് മുകളിൽ വരുന്ന സമയത്തല്ലേ. ഒരാൾ ജനിക്കുമ്പോൾ ചൊവ്വ നേരെ തലക്ക് മുകളിലുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ദോഷവുമില്ല. കാരണം അപ്പോൾ ലഗ്നത്തിൽ നിന്ന് 4-ാം ഭാവത്തിലാണ് ചൊവ്വ. 7-ാം ഭാവത്തിൽ എന്ന് പറഞ്ഞാൽ അസ്തമിച്ച് പോയി. ഇനി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 8-ാം ഭാവത്തിലും ദോഷമാണ്. 8-ാം ഭാവം എന്ന് പറയുന്നത് അസ്തമിച്ച് കഴിഞ്ഞ് കുറേയും കൂടെ അപ്പുറത്തേക്ക് പോയി. ഇതാണ് അവസ്ഥ. ഇനി 8 കഴിഞ്ഞ് ചൊവ്വ 9-ലെത്തിയാലോ? എന്നാലും ദോഷമില്ല. നേരെ മുകളിൽ വന്നാൽ ദോഷമില്ല, തൊട്ടപ്പുറം ഇപ്പുറേ വന്നാൽ ദോഷമില്ല. അസ്തമിച്ച ചൊവ്വയാണ് ദോഷക്കാരൻ. എന്തുമാത്രം അബദ്ധ ജഡിലമാണ് ഈ വിശ്വാസം. ചില ആളുകൾ ഇന്ന് ശാസ്ത്രീയമായി ഇതിനെയൊക്കെ വിശദീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. ഈ ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളോ ഗുരുത്വ തരംഗങ്ങളൊക്കെ ജനിക്കുന്ന സമയത്ത് ചില സ്വാധീനങ്ങൾ നടത്തും എന്ന രീതിയിലൊക്കെയാണ് വിശദീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം നടത്തേണ്ടത് മുകളിൽ നിൽക്കുമ്പോഴല്ലേ, അസ്തമിച്ച് കഴിഞ്ഞാണോ? അതാണ് ആലോചിക്കേണ്ട ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജനിക്കുന്ന സമയത്തെ ഇവിടെ സ്ഥാനമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സ്വാധീനിക്കേണ്ടത് ജീവിക്കുന്ന കാലത്ത് മുഴുവനല്ലേ. ഒരു ആകാശഗോളം നമ്മെ സ്വാധീനിക്കുകയാണെങ്കിൽ അത് ജനിക്കുന്ന സമയത്തുള്ള സ്ഥാനം മാത്രമാണോ ആ സ്വാധീനത്തെ നിശ്ചയിക്കുക? ജീവിതകാലം മുഴുവൻ ഉള്ള സ്ഥാനങ്ങളല്ലേ നിശ്ചയിക്കേണ്ടത്? അതിനെക്കുറിച്ച് ജ്യോതിഷത്തിൽ ഒന്നും പറയുന്നില്ല. ഇനി ജനിക്കുമ്പോൾ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നു,
അതുകൊണ്ട് സ്വാധീനിക്കുന്നു, അതുവരെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൻ്റെ സുരക്ഷിതത്വമുണ്ട് എന്നാണ് വിശ്വാസമെങ്കിലോ ഈ സ്ത്രീ കിടക്കുന്നത് ആശുപത്രിയിലെ വാർഡിനുള്ളിലാണ് പ്രസവ സമയത്ത്. ഈ കോൺക്രീറ്റ് സ്ലാബുകളെ തകർത്ത് വരുന്ന ഒരു സ്വാധീനം ഈ ഗർഭപാത്രത്തെ തകർക്കാൻ കഴിവില്ലാത്തതാണോ? ഇത്രമാത്രം ബാലിശമാണ് ഈ വിശ്വാസങ്ങളെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകളുടെ ജീവിതം രക്ഷിക്കാനാവും. ചൊവ്വാദോഷമുള്ള ഒരു പെൺകുട്ടിയെ ചൊവ്വാദോഷമില്ലാത്തൊരു പുരുഷൻ കല്യാണം കഴിച്ചാൽ വലിയ അപകടങ്ങൾ സംഭവിക്കും, മരണം തന്നെ സംഭവിക്കുമെന്ന വിശ്വാസം. അതിൻ്റെ പേരിൽ ഇത്തരം കുട്ടികളെ കല്യാണം കഴിക്കാൻ പലരും വൈമനസ്യം കാണിക്കുന്ന അവസ്ഥ, അവർ ജീവിതകാലം മുഴുവൻ കണ്ണീര് കുടിച്ച് കഴിയേണ്ട അവസ്ഥ നമ്മുടെ നാട്ടിൽ ഇന്ന് സംജാതമാണ്. ഈ അവസ്ഥയുടെ ശാസ്ത്രീയത മനസ്സിലാക്കിയാൽ നമുക്ക് അത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഴിയും. ഇനി നാം ആലോചിക്കേണ്ടത് ചൊവ്വാദോഷത്തിന് എന്താണ് പരിഹാരം? ചൊവ്വയുടെ സ്ഥാനമാണല്ലോ ചൊവ്വാദോഷമുണ്ടാക്കുന്നത്, എങ്കിൽ ആ സ്ഥാനത്തെ ഇല്ലാതാക്കുക. ചൊവ്വ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അസ്തമിച്ച് പോയാൽ 7ാം രാശിയിലെത്തിയാലാണ് ചൊവ്വാദോഷം. അതെത്താതിരിക്കാൻ എന്താണ് മാർഗം? ചൊവ്വയെ 5ാം രാശിയിലോ 6ാം രാശിയിലോ പിടിച്ചു കിട്ടുക. സെക്കൻഡിൽ 24.1 കിലോമീറ്റർ വേഗതയിലാണ് ചൊവ്വ സൂര്യനെ ചുറ്റുന്നത്. ഇത്രയും വേഗതയിൽ കറങ്ങുന്ന ചൊവ്വയെ പിടിച്ചു കിട്ടി നമുക്ക് ചൊവ്വാദോഷം പരിഹരിക്കാൻ സാധിക്കുമോ? ജ്യോതിഷികൾക്കറിയാം ചൊവ്വയുടെ സ്ഥാനത്തെ മാറ്റിക്കൊണ്ട് ചൊവ്വാദോഷം പരിഹരിക്കാൻ സാധ്യമല്ലെന്ന്. അതുകൊണ്ട് അവർ പറയുന്ന പരിഹാരം എന്താണ്? ചൊവ്വാദോഷമുള്ള സ്ത്രീ ചൊവ്വാദോഷമുള്ള പുരുഷനെ കല്യാണം കഴിക്കുക. കണ്ണ് കാണാത്ത ആളെ കല്യാണം കഴിച്ചാൽ എങ്ങനെയുണ്ടാകും? അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് കാഴ്ചയുണ്ടെങ്കിൽ 2 പേർക്കും ഒന്നിച്ച് ജീവിക്കാമായിരുന്നു. 2 പേർക്കും കാഴ്ചയില്ലെങ്കിലോ? ഇതുപോലെ ചൊവ്വാദോഷം ഉള്ള ആൾ ഇല്ലാത്ത ആളെ കല്യാണം കഴിച്ചുകൊണ്ട് ഇതിന് പരിഹാരം നേടാമെന്ന് പറയുന്നത് എത്രമാത്രം അബദ്ധ ജടിലമാണ്. അപ്പോൾ നമുക്ക് ഈ വിശ്വാസങ്ങളിൽ നിന്നൊക്കെ മടങ്ങാൻ സാധിക്കണം. എന്തുകൊണ്ട് ചൊവ്വ മാത്രം ഇത്രയേറെ അന്ധവിശ്വാസങ്ങൾക്ക് പാത്രമാകുന്നു? ബുധനോ ശുക്രനോ ഒക്കെ ഗ്രഹനിലയിലുണ്ടല്ലോ, അവയെക്കുറിച്ച് എന്തുകൊണ്ട് ഇത്തരം വിശ്വാസങ്ങൾ വരുന്നില്ല? അതിന് പ്രധാനമായി 3 കാരണങ്ങളാണ്. ഒന്ന്, മനുഷ്യന് ചോര നിറത്തോടുള്ള ഭയം. ചൊവ്വയുടെ നിറം ചുവപ്പാണ് എന്ന് നമുക്കറിയാം. മറ്റൊന്ന്, ചൊവ്വയുടെ ഇടയ്ക്കിടെയുള്ള ശോഭാവ്യതിയാനം. ചില സമയത്ത് ചൊവ്വ അത്യധികം പ്രകാശമുണ്ടാകും, നല്ല തെളിച്ചത്തിൽ കാണാം. ചില സമയത്ത് വളരെ മങ്ങിയാണ് കാണുക. ഇത് പേടിക്ക് കാരണമായി. മറ്റൊന്ന്, വക്രഗതി അഥവാ വിഗതി. ആകാശത്ത് ഗ്രഹങ്ങളെല്ലാം പൊതുവെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് നീങ്ങുന്നത്. പടിഞ്ഞാറ് നിന്ന് കിഴക്ക് ദിശയിൽ അവ സൂര്യനെ ചുറ്റുന്നത് കൊണ്ടാണിത്. എന്നാൽ ഗ്രഹങ്ങൾ ഇടയ്ക്ക് കിഴക്കോട്ടുള്ള യാത്ര മതിയാക്കുകയും ഒന്ന് നിശ്ചലമാവുകയും വീണ്ടും പടിഞ്ഞാട്ട് തന്നെ മടങ്ങുകയും ചെയ്യും. ഈ മടങ്ങുന്നതിനാണ് വിഗതി അഥവാ വക്രഗതി എന്ന് പറയുന്നത്. ഇങ്ങനെ പടിഞ്ഞാട്ട് മടങ്ങുന്ന ഗ്രഹം പടിഞ്ഞാട്ട് ഇത്തിരി മടങ്ങിയ ശേഷം വീണ്ടും കിഴക്കോട്ട് തന്നെ സഞ്ചരിക്കുകയും എവിടെ നിന്നാണോ പടിഞ്ഞാട്ടുള്ള മടക്കം ആരംഭിച്ചത് അതിനേക്കാൾ മുമ്പോട്ട് കിഴക്ക് ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യും. ഇങ്ങനെ ആകാശത്ത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ചെറിയൊരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്വഭാവം ഗ്രഹങ്ങൾ കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഗ്രഹങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്ലാനറ്റ് എന്ന പേര് വന്നത്. ലാറ്റിൻ ഭാഷയിലെ പ്ലാനറ്റ എന്ന പദത്തിൽ നിന്നാണ് പ്ലാനറ്റ് എന്ന വാക്കുണ്ടായത്. പ്ലാനറ്റ എന്ന് പറഞ്ഞാൽ വാണ്ടറർ അഥവാ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്വഭാവമുള്ളത് കൊണ്ടാണ് ഗ്രഹങ്ങൾക്ക് പ്ലാനറ്റ് എന്ന പേര് വന്നത്. ഈ അലഞ്ഞു തിരിയൽ സ്വഭാവം ഏറ്റവും കൂടുതലുള്ളത് ചൊവ്വക്കാണ്. വ്യാഴം, ശനി എന്നിവയ്ക്കൊക്കെ വളരെയേറെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ചെറിയൊരു കാഴ്ച മാത്രമേ നമുക്ക് അനുഭവപ്പെടൂ. അതേസമയം ഏറ്റവും കൂടുതൽ ഈ അലഞ്ഞു തിരിഞ്ഞു നടത്തം, വക്രഗതി അഥവാ വിഗതി, ഇംഗ്ലീഷിൽ അതിന് റെട്രോഗ്രേഡ് മോഷൻ എന്ന് പറയും, ഇത് അനുഭവപ്പെടുന്നത് ചൊവ്വക്കാണ്. ഇത് നാം എങ്ങനെയാണ് തിരിച്ചറിയുക? നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടാണ്. നേരത്തെ നാം പരിചയപ്പെട്ട ചിങ്ങം എന്ന നക്ഷത്രക്കൂട്ടത്തിൻ്റെ കൂടെ ഒരു ദിവസം ചൊവ്വയെ
ചിങ്ങത്തിൻ്റെ തലയുടെ ഭാഗത്ത് കാണുന്നു എന്ന് വിചാരിക്കുക. തുടർച്ചയായി കുറച്ച് ദിവസം നാം ചൊവ്വയെ നിരീക്ഷിച്ചാൽ അത് പതുക്കെ പതുക്കെ ചൊവ്വയുടെ മധ്യഭാഗത്തേക്ക് ഊരയുടെ അടുത്തേക്ക് വരുന്നത് കാണാം. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് വാലറ്റത്തേക്ക് എത്തും. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞാൽ വാൽഭാഗത്ത് നിന്ന് മുന്നോട്ട് തന്നെ സഞ്ചരിച്ച് ഊരയുടെ അടുത്തേക്കും, വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ച് തലയുടെ അടുത്തേക്കും, വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ച് അതിനപ്പുറത്തേക്കും പോകുന്നത് കാണാൻ കഴിയും. ഇങ്ങനെ കിഴക്കോട്ടും പടിഞ്ഞാട്ടുമുള്ള ഈ ചലനത്തെ നാം തിരിച്ചറിയുന്നത് നക്ഷത്രങ്ങളുടെ പശ്ചാത്തലത്തെ നിരീക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ചലനത്തിന് നക്ഷത്ര പശ്ചാത്തലത്തിലുള്ള ചലനം എന്ന നിലക്ക് പശ്ചാത്ഗമനം എന്ന് പറയുന്നു. ചൊവ്വയുടെ പശ്ചാത്ഗമനം എങ്ങനെ സംഭവിക്കുന്നു നമുക്ക് ഈ ചിത്രത്തിലൂടെ ബോധ്യപ്പെടാം. ചൊവ്വയ്ക്ക് എന്തുകൊണ്ട് പശ്ചാത്ഗമനമുണ്ടാകുന്നു ഇത് വിശദീകരിക്കുന്ന ഒരു ചിത്രമാണിത്. ഇവിടെ താഴെ സൂര്യനെ കാണാം. സൂര്യനെ ചുറ്റുന്ന ഭൂമിയുടെ ഭ്രമണപഥമാണ് തൊട്ട് മുകളിൽ കാണിച്ചിരിക്കുന്നത്. അതിനു മുകളിൽ ചൊവ്വയുടെ ഭ്രമണപഥവും. സൂര്യനെ ചുറ്റാൻ ഭൂമിക്ക് വേണ്ടത് 1 വർഷമാണ്. ചൊവ്വയ്ക്കാവട്ടെ 1.8801 വർഷവും. ഇക്കാരണത്താൽ ചൊവ്വ ആകാശപാതയിൽ സ്ഥാനം മാറുന്നത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും. ചിത്രത്തിൽ 1 മുതൽ 7 വരെ കാണിച്ചിരിക്കുന്നത് ഭൂമിയും ചൊവ്വയും 6 മാസക്കാലം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. 6 മാസക്കാലം കൊണ്ട് ഭൂമിക്ക് പകുതി ദൂരം സഞ്ചരിക്കാനാവും. എന്നാൽ ചൊവ്വയ്ക്ക് ഏതാണ്ട് 1/3 ഭാഗമാണ് സഞ്ചരിക്കാൻ കഴിയുക. 1 എന്നെഴുതിയ സ്ഥാനത്ത് ഭൂമിയും ചൊവ്വയും നിൽക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ചൊവ്വയെ ആകാശത്ത് എവിടെയാണ് കാണുക എന്ന് ആ രേഖ കാണിക്കുന്നു. ഭൂമിയിൽ നിന്ന് ചൊവ്വയിലൂടെ നീട്ടി വരച്ച രേഖ ആകാശത്തെത്തുന്ന സ്ഥാനത്ത് ചൊവ്വയുടെ സ്ഥാനം 1 എന്ന് കാണിച്ചിരിക്കുന്നു. 1 മാസം കഴിഞ്ഞ് ഭൂമിയും ചൊവ്വയും 2-ലെത്തുന്നു. അന്നേരം ഭൂമിയിൽ നിന്ന് നോക്കുന്ന ആൾക്ക് ചൊവ്വയെ കാണുന്ന സ്ഥാനമാണ് ആകാശത്ത് 2 എന്ന് കാണിച്ചിരിക്കുന്നത്. 1 മാസം കഴിഞ്ഞ് ചൊവ്വയും ഭൂമിയും എത്തുന്ന സ്ഥാനം ചിത്രത്തിൽ 3 എന്ന് കാണിച്ചിരിക്കുന്നു. അവ ചേർത്ത് വരച്ച രേഖ ആകാശത്ത് കാണിക്കുന്ന സ്ഥാനം 3. അവിടെയാണ് അന്ന് ചൊവ്വയെ കാണുക. ഈ 3 സ്ഥാനങ്ങളിലും ചൊവ്വ നീങ്ങുന്നത് ഒരേ ദിശയിലേക്കാണ്. പക്ഷേ ആദ്യത്തെ 1 മാസം സഞ്ചരിച്ച വേഗത അടുത്ത മാസം ഇല്ലെന്ന് ചിത്രത്തിൽ നിന്ന് കാണാം. ഇനി അത് കഴിഞ്ഞ് 4 എന്ന സ്ഥാനത്ത് ഭൂമിയും ചൊവ്വയും വരുമ്പോൾ ആകാശത്ത് ചൊവ്വ എവിടെയാണ് കാണുക? നേരത്തെ ഇടതുവശത്തേക്ക് നീങ്ങിയ ചൊവ്വ ദിശ മാറി വലത് ഭാഗത്തേക്ക് നീങ്ങിയതായി ചിത്രത്തിൽ നിന്ന് കാണാം. പക്ഷേ താഴെയുള്ള ചിത്രം നോക്കുമ്പോൾ ചൊവ്വയും ഭൂമിയും സഞ്ചരിച്ചത് ഒരേ ദിശയിലാണ്. പക്ഷേ ആകാശത്ത് നോക്കുമ്പോൾ ചൊവ്വ തിരിച്ചു പോയതായി തോന്നുന്നു. ഇനി 5 ചേർത്ത് വരച്ചാൽ കിട്ടുന്ന ദിശ. ഇപ്പോൾ ചൊവ്വ വീണ്ടും തിരിച്ച് പോയ ദിശയിൽ തന്നെയാണ്. ഇനി 6-ാമത്തെ സ്ഥാനം അവിടെ ചൊവ്വയും ഭൂമി എത്തുമ്പോൾ തിരിച്ചു പോയ ചൊവ്വ വീണ്ടും മടങ്ങി വരുന്നു. 7 ചേർത്ത് വരക്കുമ്പോൾ നമുക്ക് കാണാം ആ മടങ്ങി വരലിൻ്റെ വേഗത വളരെ വർദ്ധിച്ചിരിക്കുന്നു. ആകാശത്ത് പശ്ചാത്തലത്തിലുള്ള നക്ഷത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ചൊവ്വയെ നോക്കുമ്പോൾ അത് മുന്നോട്ടും പിന്നോട്ടും പോകുന്നതായി തോന്നുന്നു. താഴെയുള്ള ചിത്രം നോക്കിയാൽ നമുക്ക് കാര്യം ബോധ്യമാകും. ചൊവ്വ ഒരിക്കലും പിറകോട്ട് പോയിട്ടില്ല. ഒരേ ദിശയിൽ മുന്നോട്ട് തന്നെയാണ് പോയത്. പക്ഷേ രണ്ടും 2 അകലത്തിൽ 2 വേഗതയിൽ സൂര്യനെ ചുറ്റിയപ്പോൾ അവ ഉണ്ടാക്കിയ വീക്ഷണകോണിൻ്റെ വ്യത്യാസം മൂലമാണ് ഈ മടങ്ങിപ്പോക്ക് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ കാഴ്ചയെ, ആകാശത്ത് നക്ഷത്രപാതയിലൂടെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ഈ ഗതിയെ വിശദീകരിക്കാൻ പഴയ കാലത്ത് ജ്യോതിഷികൾക്ക് കഴിഞ്ഞില്ല. അവർ ഇതിനെ വിശദീകരിച്ചത് ചൊവ്വയും ബുധനും ശുക്രനുമൊക്കെ ദേവന്മാരാണെന്നാണ്. നക്ഷത്രങ്ങൾ ദേവന്മാരല്ല. നക്ഷത്രങ്ങളെല്ലാം ഒരേ രീതിയിൽ ചലിക്കുമ്പോൾ ദേവന്മാരായ ഗ്രഹങ്ങൾ അവർക്ക് ഇച്ഛാശക്തിയുണ്ട്. നിയമങ്ങൾ പാലിക്കണമെന്നില്ല. അതുകൊണ്ട് അവ പൊതുവേ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് സഞ്ചരിക്കുന്നവയാണെങ്കിലും ഇടയ്ക്ക് അവരുടെ ഇച്ഛാശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ദിശ മാറി പടിഞ്ഞാട്ട് സഞ്ചരിക്കുന്നു. ഇങ്ങനെ ഇച്ഛാശക്തി കാണിക്കുന്നത് വിഗതിയുള്ള സമയത്താണ്. അതുകൊണ്ട് വിഗതിയുള്ള സമയത്ത് കുഞ്ഞുങ്ങൾ ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കും നല്ല ഇച്ഛാശക്തി ഉണ്ടാകുമെന്ന വിശ്വാസം അവർക്ക് ഉണ്ടായി. ഇങ്ങനെ ഈ പശ്ചാത്ഗമനത്തെ വിശദീകരിക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് അവർ വല്ലാതെ ഭയപ്പെട്ടത്.
ഈ ഭയപ്പാടും ചൊവ്വയുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളിലേക്ക് അവരെ വഴിതെളിച്ചു. അവരെ ഭയപ്പെടുത്തിയ മറ്റൊരു കാര്യമായിരുന്നു ശോഭാവ്യതിയാനം. ചൊവ്വ ചില സമയത്ത് വളരെ വലുതായി നല്ല വെളിച്ചത്തിൽ കാണുമ്പോൾ ചില സമയത്ത് വളരെ ചെറുതായി മിന്നിക്കാണുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം ഈ ചിത്രം വ്യക്തമാക്കുന്നു. ഭൂമി സൂര്യനെ ചുറ്റുന്നു, ചൊവ്വയും സൂര്യനെ ചുറ്റുന്നു. ഇതിനിടയിൽ ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള അകലം സ്ഥിരമല്ല. ഭൂമിയും ചൊവ്വയും തൊട്ടടുത്ത് വരുന്ന ഒരു സ്ഥാനം ചിത്രത്തിൽ ഇടത് ഭാഗത്ത് കാണാം. അവിടെ ചൊവ്വ വരുമ്പോൾ ചൊവ്വ വളരെയേറെ വലുപ്പത്തിലും തിളക്കത്തിലും കാണപ്പെടുന്നു. അതേസമയം ചിത്രത്തിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഉള്ള സ്ഥാനത്താണ് ചൊവ്വയെ കാണുന്നതെങ്കിലോ അന്ന് ചൊവ്വ വളരെ ചെറുതായിരിക്കും. അപ്പോൾ ചൊവ്വയെ കാണുന്ന സ്ഥാനത്തിനനുസരിച്ച് അതിൻ്റെ വലുപ്പം കാണുന്നു. ഇതെല്ലാം ഭൂമിയെ ചുറ്റുകയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾക്ക് ഇതൊന്നും വിശദീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ശോഭാവ്യതിയാനത്തേക്ക് വെച്ചുകൊണ്ട് ഭയപ്പാടുകളിലേക്ക് പോയത്. അവരെ ഭയപ്പെടുത്തിയ മറ്റൊരു കാര്യം ചൊവ്വയുടെ ചുവപ്പ് നിറമാണ്. റോമൻ യുദ്ധദേവൻ്റെ പേരാണ് മാഴ്സ് എന്നത്. യുദ്ധത്തിൽ ചോര പൊടിയും. ആ ചോരയുടെ നിറമുള്ള ചൊവ്വയെ സ്വാഭാവികമായും അവർ യുദ്ധദേവനായിട്ട് സങ്കല്പിച്ചു. എന്നാൽ എന്തുകൊണ്ട് ചൊവ്വയ്ക്ക് ചുവപ്പ് നിറം? അതിൻ്റെ കാരണം അതിൻ്റെ മണ്ണിൻ്റെ ഘടനയാണ്. ചൊവ്വയുടെ മണ്ണിൽ ഇരുമ്പിൻ്റെ ഓക്സൈഡ്, അയൺ ഓക്സൈഡ് ധാരാളമായിട്ടുണ്ട്. അതാണ് അതിന് ചുവപ്പ് നിറം നൽകുന്നത്. ഇതൊക്കെ ഇന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ നമുക്ക് ഇന്ന് ദൂരീകരിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോഴും മതപരമായി ചിന്തിക്കുമ്പോഴും ചൊവ്വാദോഷം പോലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് ഒരു നിലനിൽപ്പുമില്ല. ഹിന്ദു നവോത്ഥാനത്തിൻ്റെ വക്താവായിരുന്ന സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചില വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, നക്ഷത്രങ്ങൾ വരട്ടെ, എന്ത് കുഴപ്പമാണുള്ളത്? ഒരു നക്ഷത്രത്തിന് താറുമാറാക്കാൻ കഴിയുന്നതാണ് എൻ്റെ ജീവിതമെങ്കിൽ അതിന് ഞാനൊരു വിലയും കൽപ്പിക്കുന്നില്ല. ജ്യോത്സ്യവും അതുപോലുള്ള അത്ഭുത വിദ്യകളും പൊതുവെ ദുർബല മനസ്സിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ പ്രബലമാണെന്ന് കണ്ടാൽ ഉടനെ ഒരു ഡോക്ടറെ കാണുകയും നല്ല ഭക്ഷണം കഴിച്ച് നന്നായി വിശ്രമിക്കുകയും വേണം. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page, BTV Malayalam.